ഓം വിഘ്നേശ്വരായ നമഃ. ഓം വിനായകായ നമഃ. ഓം മേഘവന്തി നമഃ. ഓം തുമ്രവർണ്ണായ നമഃ. ഓം കൃഷ്ണവർണ്ണായ നമഃ. ഓം ദേവി അമ്മേ മഹാലക്ഷ്മി നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശങ്കചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. അമ്മേ മഹാലക്ഷ്മി ஆயிரையும் காணும் பாலையும் காணும் எங்க போய் கிடக்குறேன்? விக்னேஸ்வரா விக்னேஸ்வரா ஆடு வந்ததுன்னு சேஷம் சாய குடிக்கான ஆடு வந்தா மதி. ஓம் நமோ பகவதே வாசுதேவாய. ஓம் நமோ பகவதே வாசுதேவாய. ஓம் நமோ பகவதே வாசுதேவாய. நமோ பகவதே வாசுதேவாய. ஓம் நமோ பகவதே வாசுதேவா. சீக்கிரமா மாவு எறி, இன்னும் சட்னியே இறக்கலே. ஓம் நமோ பகவதே வாசுதேவாய. ஓம் நமோ பகவதே வாசுதேவாய. ஓம் நமோ பகவதே வாசுதேவாய. கடவுளே, மணி 6 ஆச்சு, இன்னும் ஒன்னும் ரெடி ஆகலை. சீக்கிரம் ஆவுட்டண்டி சாவித்திரி. ஆமா, காயத்ரி எங்க? அவ இன்னும் குளிக்கலையா? அக்கா தான் முதல்ல குளிச்சா. அப்பா என்ன பொண்ணு இது? இதோ பாரு, நீ இந்த வடைய பாரு, நான் இதோ வரேன். காயத்ரி, காயத்ரி, உள்ள எவ்வளவு வேலை கிடக்கு, இன்னும் கண்ணாடி முன்னாலேயே நின்று இருக்கே. கடைக்கு போனா சுப்பு திட்டுவான். வா வா, வந்து வேலையை பாரு. ஐயோ மாமி, இன்னைக்கு எனக்கு ஸ்பெஷல் கிளாஸ் உண்டு. இதோ பாரு, ஸ்பெஷல் கிளாஸ் ஆகுது மண்ணாங்கட்டியாவது. கடைக்கு பலகாரம் எடுத்துட்டு போகணும், அதுக்கப்புறம் போனா போதும். ஸ்பெஷல் கிளாஸும் அதுவும் இதுவும். வா, பார்த்தாலும் ஒரு ஸ்பெஷல் கிளாஸ் இருக்கு. എന്താടാ ഇത്ര വൈകിയത്? വൈകിയതല്ലേ സമയം, വൈകിയത്. നീ രാവിലെ മലയാളം ഒന്നും എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ രാവിലെ അവളുമായിട്ടൊന്ന് ഉടക്കി. ആരുമായിട്ട്? നാരായണി. എന്താ കാര്യം? ഞാൻ കറക്കാൻ അവളെ അകടി പിടിച്ചതും അവള് 2 കാലം പോയി ഒറ്റ തൊഴി. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. കാട് കണ്ട് പിടിച്ചു കിട്ടിയ പശുവിന് വല്ലതും അസുഖമായി കാണും. നീ നേരത്തെ പോയി പാല് കഴിച്ച് ചായ കുടിക്കാൻ ആള് വരാതായി. ഓ ആ പേപ്പറോ. പഞ്ചാബിൽ ഭീകരർ 14 പേരെ വധിച്ചു. എന്നാ വധിക്കാത്തത്? മുരളി സാറേ, മുരളി സാറേ, മുരളി സാറേ. സുന്ദരമായ ഒരു സ്വപ്നം കണ്ട് കിടന്നതാ, അത് നശിപ്പിച്ചു. വെളുപ്പാങ്കാലത്ത് സ്വപ്നം കണ്ട അത് ഫലിക്കുമെന്നാ പ്രമാണം. ആരെന്ത് സ്വപ്നം കണ്ടത്? വയസ്സും പ്രായമൊക്കെ ആയില്ലടോ, തനിക്കിനി അതറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഇപ്പോഴാണ് സാറേ അതൊക്കെ അറിയാനുള്ള സമയം തെളിഞ്ഞു വന്നിരിക്കുന്നത്. മതി മതി, താൻ പോയേ. രാവിലെ തന്നെ മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. സാറേ, എനിക്ക് കുറച്ച് ഗുളിക വേണം. എന്ത് ഗുളിക? ഈ ശരീരം ഒന്ന് ഗ്ലാമർ ആക്കാനാ. സാറിന്റെ കയ്യിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരുപാട് ഗുളിക കാണുമല്ലോ. ഇനി ഇത് ഗ്ലാമർ ആക്കിയിട്ട് എന്ത് ചെയ്യാനാ? അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. എന്താണോ? സാർ ആരോടും പറയരുത്. താൻ കാര്യം എന്താണെന്ന് വെച്ചാ പറ. എനിക്കൊരു കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ തനിക്കിനി അധികം കാലം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ലേ? അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? തന്റെ ഈ ശരീരപ്രകൃതി അനുസരിച്ച് കല്യാണം കഴിച്ചാൽ ഒരു 10 ദിവസം പോലും തികച്ച് താൻ ജീവിച്ചിരിക്കുമെന്ന് വിചാരിക്കണ്ട. അതിനല്ല സാർ ഞാൻ ഗുളിക ചോദിച്ചത്. ഒരു തയ്യാറെടുപ്പ്. ഇത് ഓരോ ഗുളിക വീതം ദിവസം 3 നേരം കഴിച്ചാൽ മതി. ഒരാഴ്ച കഴിയുമ്പോ ഒന്ന് ഉഷാറാവും. എന്തിനാ സാർ ഒരാഴ്ച കാത്തിരിക്കുന്നത്? ഇന്ന് തന്നെ മുഴുവൻ കഴിച്ച് ഇന്ന് തന്നെ വിവരം അറിയാലോ. അപ്പൊ ഇന്ന് തന്നെ വിവരം അറിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ കേട്ടാ മതി. ഓ, എന്നെ സ്വാമി വിളിക്കുന്നു, ഞാൻ പോട്ടെ. അതല്ലേ, சீக்கிரமா வாங்கடி. நான் இந்த பலகாரத்தை கடைக்கு கொண்டு போய் கொடுத்துட்டு வீட்டுக்கு போய் சமையல பண்ணி மத்தியானத்துக்கு இங்க எடுத்துட்டு வரணும். 2 கால் எட்டி போடுங்கடி. ആ വായി നോക്കി അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പക്കിട്ട് എത്ര വർഷം പറഞ്ഞത് അയാൾ അവിടുന്ന് പറഞ്ഞു വിടണമെന്ന്. കണ്ണെടുക്കാതെ ഇടിച്ചങ്ങനെ നോക്കി നിൽക്കും. കണ്ണിരുന്ന് മൂടിയെടുക്കണം. கேட்காம நேரம் இட்லி சாப்பிட வந்தவங்க எல்லாம் திரும்பி போயாச்சே. நான் ஒண்டிக்காரி என்னடா பண்றது? இட்லியை போடுவேனா வடைய போடுவேனா? இந்த காயத்ரி அவ குளிச்சுட்டு ட்ரெஸ் பண்ணி வெளியில வரதுக்கு 1.5 மணி நேரம் ஆறுது. குட் மார்னிங் மாமி. குட் மார்னிங் டா. നേരെ ഒരു ചായ. സാറ് കുറച്ചൊരു ചായ കുടിച്ചതല്ലേ? ഓഹോ, ഒരു ദിവസം ഒരു ചായ കൂടുതൽ കുടിക്കാൻ പാടില്ല എന്ന് നിയമം വല്ലതുണ്ടോ? നിയമമൊന്നുമില്ല. സാറ് കുറച്ചു മുമ്പ് ഒരു ചായ കുടിച്ച കാര്യം മറന്നുപോയി കാണുമെന്ന് വിചാരിച്ച് ചോദിച്ചതാ.
മുരളി സാറേ ചായ 2 വട ഒരു ചായ. ഓ സാറേ ചായ. അവിടെ 1.25. சுப்ரு அந்த ராமன் கடையில மைதா வாங்காதே, கொஞ்சம் கூட நல்லா இல்லை. ஒரே பூச்சி பிசு பிசுன்னு ஒட்டுறது. வேற ஏதாவது கடையில வாங்கி அனுப்பு. வாங்கலேண்டி, காலேஜுக்கு நேரமாலே போலாம். 2 ചായ. മുരളി ബാക്കി ഇവിടെ നിർത്തണേ. ഇതൊക്കെ മതി. അസോസിയേറ്റ്സ്. Excuse me, madam. Yes, May I meet Mr. Muralidhara Menon? please wait. Oh. Your good name, please? പ്രേമചന്ദ്രനും അഡ്വക്കേറ്റ് ജോസ് കുര്യനും വന്നെന്ന് പറഞ്ഞാൽ മതി. ഹലോ, മുരളി സാറല്ലേ? യെസ്. രണ്ടുപേർ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയും. അകത്തേക്കല്ലോ. യെസ്, കം ഇൻ. എവിടെയായിരുന്നു രണ്ടുപേരും? ഒരാഴ്ചയായിട്ട് കാണുന്നില്ല. കുറച്ചു ദിവസമായി ഒരു കേസിന്റെ ആവശ്യത്തിന് വേണ്ടി ട്രിവാൻഡ്രത്തിന് പോയിരിക്കുകയായിരുന്നു. അത് ശരി. ഞങ്ങളുടെ കാര്യം എന്തായി? പട്ടരോട് നീ ചോദിച്ചോ? ചോദിച്ചാൽ അയാൾ സമ്മതിക്കില്ല. എന്നോട് തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പൊളിച്ചെന്തോ ഹോട്ടലോ ലോഡ്ജോ ഒക്കെ പണിയാൻ പോവാത്രേ. ഒഴിഞ്ഞു കൊടുക്കൊന്നും വേണ്ട. നീ 2 കൊല്ലത്തോളമായി അവിടെ താമസിക്കല്ലേ? എനിക്ക് ഒഴിയാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ നല്ല രാശിയുള്ള സ്ഥലവാ. അങ്ങനെയാണ് നീ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടും അവിടെ താമസിക്കാം. ഇപ്പോഴത്തെ ലോഡ്ജിലാണെങ്കിൽ കറണ്ടും ഇല്ല, വെള്ളവും ഇല്ല, ഒരു പുല്ലുമില്ല. അവിടെ നീ ഒറ്റയ്ക്കില്ലേ? നമുക്കൊന്നിച്ച് അവിടെ കൂടാം. മാത്രമല്ല പട്ടരുടെ ഒഴിപ്പിക്കൽ ഭീഷണി നേരിടാൻ മോറൽ സപ്പോർട്ടിന് ആളുമായി. എന്നാൽ ഇന്ന് വൈകിട്ട് തന്നെ ഞങ്ങളങ്ങ് വരാം. വൈകിട്ടൊന്നും വരണ്ട, സ്വാമി കടയടച്ച് പോയിട്ട് വന്നാ മതി. പിന്നെ നിന്റെ ഓഫീസിൽ കുറെ കേസുകളുണ്ടല്ലോ, നടക്കോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്റെ ജോലി പോകും. ആ റിസപ്ഷനിൽ ഇരിക്കുന്നതേ സർക്കിൾ ഇൻസ്പെക്ടറുടെ മോളാ. സാധുബലത്തിനുള്ളതാണെങ്കിൽ ഞാൻ എടുത്തോട്ടെ. അയ്യോ, അത് വയറിളക്കാനുള്ള മരുന്നാ. വല്ല വൈറ്റമിനോ ടോണിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ താടേ. എക്സ്പയറി ഡേറ്റ് കഴിയട്ടെ, അപ്പൊ തരാം. ആ വാ. എക്സലന്റ്, കൊള്ളാം. എന്നാ വളരെ മോശമാണെന്ന് പറയാം. അയ്യോ, എന്നമ്മ ഇவ்வளவு കോപം? മതി, എപ്പോഴെങ്കിലും പറഞ്ഞ സമയത്ത് വന്നിട്ടുണ്ടോ? അത് കൊള്ളാം. എൻ വേല അതായി പോച്ചില്ലേ ഈ മെഡിക്കൽ റെപ്പ് ദാനങ്ങളെ. അയ്യ, തമിഴ് പറഞ്ഞു പഠിക്കുക. എന്റെ പട്ടത്തിക്കുട്ടി എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചിട്ടാണെന്ന് അറിയാവോ ഇപ്പോഴെങ്കിലും ഇവിടെ എത്തിയത്? അയ്യോ, ഓവർ സ്പീഡിലൊക്കെ വണ്ടി ഓടിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ? അത് കൊള്ളാം. സ്പീഡിൽ വണ്ടി ഓടിക്കാനും പാടില്ല, സമയത്തിന് എത്തുകയും വേണം. ഒരു കാര്യം ചെയ്യാം, ജോലി എങ്ങനെ റിസൈൻ ചെയ്യാം? ജോലി ഇല്ലാതെ പിന്നെങ്ങനാ? അത് ബുദ്ധിമുട്ടാവില്ലേ? അയ്യടാ, ജോലിയും കളഞ്ഞ് നിന്റെ അച്ഛൻപട്ടരുടെ കടയിൽ ഞാൻ സപ്ലയറായിട്ട് നിൽക്കാം. അയ്യോ, ബസ്സിലിരുന്ന് ആരോ നോക്കുന്നു. ദൈവമേ, ഇതാണ് കുഴപ്പം. നിന്റെ അടുത്ത് മനസമാധാനമായിട്ടൊരു വാക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്താ ഇത്? കണ്ടറിഞ്ഞൂടെ കാസറ്റ്? ഏത് പടത്തിന്റെ? പടത്തിന്റെ അല്ല, ഇതെന്റെ ആത്മാവിന്റെ ശബ്ദമാണ്. കേട്ട് കഴിഞ്ഞിട്ട് ഇതിനകത്ത് തന്നെ റിപ്ലൈ തരണം. എന്നാ ഞാൻ തീർത്ത സ്വർഗമണ്ഡപത്തിലെ എന്നരുമൈ കാതലിയെ,
உன்னை சந்திப்பதுக்கு எவ்வளவு தொல்லை. என் கனவிலும் நீயே, என் நினைவிலும் நீயே. നിന്റെ തന്ത പട്ടര ഞാനുണ്ടല്ലോ. இது ஏன் கேசட் நீ ஏன் எடுத்த? நான் பாத்து விட்டுட்டு இருக்கடி. வேண்டாம் வேண்டாம், நீ ஒண்ணும் கேட்க வேண்டாம். ஐயோ விடுடே. போடி மாமி. பிசாசிகளா என்ன நீ கேளட்ட? மாமி இவ கேசட். ஏய் உங்க போய் பாத்திரம் தேய்க்க சொன்னேன்ல, போய் பாத்திரம் தேய்ப்பா. நீ போய் படி. எப்ப பார்த்தாலும் ஒரே சண்டை. உன்னை வந்து கவனிச்சுக்கிறேன். இவ்வளவு வேலை கிடக்கிறது. எப்ப பாரு கீரியும் பாம்பு மாதிரி ரெண்டு சண்டை தான். இந்தா குழாய மூடி தண்ணி போறது பாரு. இத கூட ஆரம்பிக்கும். இரு இன்னைக்கு உங்க அப்பா மாட்டோம். நான் சொல்றேன்னா இல்லையான்னு பாரு. அவளுக்கு எப்ப பார்த்தாலும் உங்க கூட சண்டை போடுறதுக்கு தான் நேரம் சரியா இருக்கு. അയാളോട് നമ്മ വിഷയത്തെ പറ്റി ഞാൻ ചൊല്ല പോകുകേൻ. നിന്നെ എനിക്ക് കല്യാണം പണി കൊടുത്തില്ലെങ്കിൽ അയാളെ കൊന്നു വിട്ടിടും ഞാൻ. മര്യാദയാ അറിയാൻ പാടില്ലെങ്കിൽ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? മലയാളത്തിൽ പറഞ്ഞാ പോരെ? ബസിന്റെ അകത്തിരുന്ന ഒരാൾ നോക്കിയല്ലേ, അയാളോട് പോയി ചാകാൻ പറ. ഇന്ന് നമ്മുടെ പ്രേമത്തിന്റെ 10 ബർത്ത്ഡേ ആണ്. പ്രേമം മനസ്സിൽ ജനിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ ബർത്ത്ഡേ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഗായത്രി ഒന്ന് ആലോചിച്ചു. ഒരു വർഷത്തിനിടയിൽ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും നമുക്ക് കഴിയത്തില്ല. കാരണം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ഗായത്രിയുടെ പേടി. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? കാമുകിമാരെല്ലാം ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാൽ ഇവിടെ ഒരു ഓഡിയോ കാസറ്റ് തരംഗം തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചിരിക്കണ്ട, ഞാനൊരു ഫാക്ട് പറഞ്ഞേ ഉള്ളൂ. ചിരിക്കണ്ട, ഞാനൊരു ഫാക്ട് പറഞ്ഞേ ഉള്ളൂ. സ്നേഹം മനസ്സിൽ ഒതുക്കി വെക്കാനുള്ളതല്ല, പ്രകടിപ്പിക്കാനുള്ളതാണ്. നിങ്ങൾ മുറിയിൽ കയറിക്കോ, ഞാൻ ഈ ബൈക്ക് കൊണ്ട് വെച്ചിട്ട് വരാം. ഇതാ താക്കോല്. ഞാനങ്ങനെ 2 കിലും പെട്ടിയും വെച്ചോണ്ട്. എന്നാ പിടിക്കേ. വാ, ഇതുണ്ടാക്കാതെ പതുക്കെ. സ്വിച്ച് ഇടാൻ നോക്ക്. ആ ഇതിന്റെ സ്വിച്ച് എവിടെ? മുറി എങ്ങനെ ഉള്ളത് പറയാനല്ലോ, കുഴപ്പക്കുറവൊന്നുമില്ല. നിനക്ക് സ്പാൻ അടിക്കാൻ പറ്റിയ മുറി സ്വാമി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പതുക്കെ പതുക്കെ, ആ സ്വാമി കേൾക്കണ്ട, അയാൾ കിടന്ന് ബഹളം ഉണ്ടാക്കും. ഒരുമാതിരി പോത്തിന്റെ ശബ്ദമാണ് അയാൾ. പെമ്പിളുണ്ടോ? അയാളുടെ 2 പെമ്മക്കിളി കടയിൽ വരും. വരുമോ? കിളിക്കല്ലേ. നിന്റെ ഒരുമാതിരി അലവലാതി സ്വഭാവം ഒന്നും അവരുടെ അടുത്ത് കാണിക്കരുത്. വെറുതെ അല്ലേ അവൻ ഇവിടുന്ന് മാറാത്തത്. ഇതാണ് നീ പറഞ്ഞ രാശി അല്ലേ? മനസ്സിലായി. முருகா, ஏக்கா சாவித்திரியும் காயத்ரி குட்டியும் தூங்கியாச்சா? சாவித்திரி தூங்கியாச்சு, காயத்ரி படிச்சுட்டு இருக்கா. காயத்ரியே பிஎஸ்சி முடிச்சதுக்கு அப்புறம் எம்எஸ்சிக்கு அனுப்பலாம்னு நம்ம ஹரிஹரன் சொல்றான். நீ என்ன சொல்ற? காயத்ரி நம்ம சாவித்திரி மாதிரி இல்லை, நல்லா படிப்பா. നമുക്ക് പോയി ഓരോ ചായ കുടിക്കാം.
കടപ്പത്തി 2 ചായ. കഴിച്ചടി 2 ചായ. ഇവർ രണ്ടുപേരും മാടിയിൽ നിന്നാണ് വന്നത്. മാടിയല്ലേ സ്വാമി, മുകളിൽ. രാവിലെ മലയാളം പഠിപ്പിക്കാതെ ഇവങ്ങൾ എത്രയും അവനൊക്കെ എനിക്കറിയില്ല സ്വാമി, ചിലപ്പോ മുരളി സാറിന്റെ കൂട്ടുകാരായിരിക്കും. പട്ടിൽ വരുന്നുണ്ട്. മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ മുരളിയുടെ ഫ്രണ്ട്സാ. ഇന്നലെ രാത്രി ഇവിടെയായിരുന്നോ? അതെ, ഞങ്ങൾ ഇനിയും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. എന്താ അങ്ങനെ? അത് ഞങ്ങൾ ആദ്യം വേറെ ലോഡ്ജിലാണ് താമസിച്ചത്. പക്ഷെ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റാ, ഒരു സുഖമില്ല. ഇവിടെ ആണെങ്കിൽ നല്ല കാമൻ ക്വയറ്റ്. അതുകൊണ്ട് മുരളിയുടെ കൂടെ കൂടാന്ന് വെച്ചു. ഇവിടെ കൂടാമെന്നോ? അയാളെ തന്നെ ഇവിടെ നിലയ്ക്ക് വിടാൻ പോവുകയാണ്. അതിനിടയിൽ നിങ്ങളും കൂടെ വന്ന് താമസിക്കാമെന്നോ? അതെ. ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ താമസിച്ചത്? മുരളിയോട്. അയാളാരാ എന്റെ ലോഡ്ജിൽ എന്റെ അനുവാദമില്ലാതെ വേറെ ആളുകളെ കയറ്റി താമസിപ്പിക്കാൻ? മുരളിയല്ലേ മുറി വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. അയാൾക്ക് ഇഷ്ടമുള്ള അയാളോട് താമസിച്ച താമിക്കെന്താ? മുരളി ഉണ്ടോ? ഇയാൾക്ക് ഇതെന്തോ அப்படி விடக்கூடாது. ஏதோ ஐடியா போட்டுத்தான் இவங்களை கொண்டு வந்திருக்காங்க. മുരളി, എന്ത് അനാവശ്യമാണ് ഈ കാണിക്കുന്നത്? ഇത് അനാവശ്യമല്ല സ്വാമി, എക്സർസൈസ് ആണ്. ഇതല്ല, ആരോട് ചോദിച്ചിട്ടാണ് ഇതിനകത്തെ വേറെ രണ്ടുപേരെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്? അത് അവരെന്റെ ഫ്രണ്ട്സ് ആണ് സ്വാമി. നിനക്ക് വേറെയും ഫ്രണ്ട്സ് ഉണ്ടാകുമല്ലോ, അവരെയും എല്ലാം ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമോ? അയ്യോ, 3 പേരെക്കുള്ളിൽ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സ്വാമി. കിണ്ടൽ പண்றியா? നിന്നോട് തന്നെ ഒഴിഞ്ഞു തരാൻ പറഞ്ഞിട്ട് നാളെത്രയായി? ഓഹോ, നിനക്കൊരു ബലത്തിന് വേണ്ടിയിട്ടായിരിക്കും വേറെ രണ്ടുപേരെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം ഒന്നും ഇങ്ങനെ നടക്കാതെ എല്ലാം ഉടനെ ഇറങ്ങിത്തരണം. ഞാനെന്തിനാ ഇറങ്ങിത്തരുന്നത്? എന്താണ് എന്റെ പേരിലുള്ള കുറ്റം? സ്വാമി പറഞ്ഞ അഡ്വാൻസ് തന്നിട്ടില്ലേ? മാസാമാസം കൃത്യമായിട്ട് വാടക തരുന്നില്ലേ? വേണ്ടടോ, എനിക്ക് തന്നെ വാടക 2 കൊല്ലം മുമ്പുള്ള വാടകയല്ലേ? ആഹാ, വാടക കൂട്ടിത്തരാനാണെങ്കിൽ അത് പറഞ്ഞാ പോരെ സ്വാമി? വാടകയും കിടകയും ഒന്നും വേണ്ട. എപ്പോ ആവശ്യപ്പെട്ടാലും ഒഴിഞ്ഞു തരാമെന്ന് പറഞ്ഞല്ലേ ഞാൻ ഇതിനകത്ത് വന്ന് കയറിയത്. എന്നിട്ടിപ്പോൾ നിയമം പറയുന്നോ? എനിക്ക് വളരെ പൊളിച്ചു പണിയാനുള്ളതാ. പൊളിച്ച് പണിതോ? അപ്പൊ ഇറങ്ങി തന്നാ പോരെ? പിന്നെ പണിത് കഴിയുമ്പോ ഒരു മുറി എനിക്ക് തരണം. മുറി മാത്രം മതിയോ? ഒരു AC കൂടെ വേണ്ടേ? ഓ, AC-ക്കൊക്കെ ഇപ്പോ വലിയ വിലയാവൂല്ലേ സ്വാമി? ഈ പഴയ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ തന്നെ ഞാൻ ഭഗീരഥ പ്രയത്നം ചെയ്യുന്നു. പിന്നെ പുതിയ വീടും കൂടെ ആയാൽ ഉടനെ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് ഇറങ്ങണം. സ്വാമി അധികം ഒന്നും സംസാരിക്കണ്ട. ഞാൻ കൃത്യമായിട്ട് വാടക തരുന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ളവർ എന്റെ കൂടെ താമസിക്കും. ആരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ സ്വാമി ഇറങ്ങി പോവാൻ നോക്കും. അത്രയ്ക്കായോ? തന്നെ ഇറക്കി വിടാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ, ഇവിടെ എന്താ ചോദിക്കാനും പറയാനും ആരില്ലാന്ന് വിചാരിച്ചോ? ശ്രീകരം ഞാനൊന്ന് കൃഷ്ണൻ. ഞാനാ വരണം. ഹലോ. അല്ല സാറേ, ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയി. ഞാൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവാ. എന്നാലേ ഞങ്ങളും മെഡിക്കൽ പേഷ്യൻസാ. സാറിന് കച്ചവടത്തിനല്ലേ? രോഗം മാറിയിട്ട് മതി കച്ചവടം. ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും കാണും. അകത്തേക്ക് കയറിയാ പുറത്തേക്ക് ഇറങ്ങാൻ 1 മണിക്കൂർ എടുക്കും. അതിൽ ഇറങ്ങും ബാഗും തൂക്കി വരുന്നു. ബാലൻ ഞാനാ വരൂ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. എന്നോട് മലയാളത്തിലാ പറഞ്ഞ പുറത്തേക്ക്. ഉടനെ വിളിക്കാം. എന്നാ സ്വാമിയാണെന്ന് കണി കണ്ടത്. മുരളി സാർ ഡോക്ടറെ കണ്ടില്ലേ? അതിന് എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. പുതിയ സാമ്പിളൊന്നുമില്ലേ? പഴയ സാമ്പിൾ പറഞ്ഞ ഡോക്ടറുടെ മുറിയിൽ ഇരിപ്പുണ്ട്. ഒരു 10-65 വയസ്സ് വരും. ചെന്ന് പറ്റുമെന്ന് നോക്ക്. പ്രേമവും ജോലിയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഞാൻ പെടുന്നൊരു പാട്. കടവുളെ, ഞാൻ പേടിച്ചു പോയി. എവിടെയായിരുന്നു? ഒന്നും പറയണ്ട, ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തിരുന്നതാ. ഗായത്രി, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാണ്.
ഇത് രണ്ടും കൂടി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാ, എനിക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. അയ്യോ, പഠിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താ ഇപ്പൊ പറഞ്ഞത്? അയ്യടാ, രണ്ടും കൂടി നടക്കില്ല എന്ന് പറഞ്ഞത് എന്റെ കാര്യമാ. പ്രേമവും ജോലി രണ്ടും രണ്ട് ധ്രുവങ്ങളാ. അതൊക്കെ മനസ്സിലാക്കണമെങ്കിലേ അല്പം കോമൺ സെൻസ് വേണം. അതെങ്ങനെ? തലക്കകത്ത് മുഴുവൻ ഇഡലിയും സാമ്പാറും അല്ലേ? എനിക്ക് വേഗം പോണം. ഞാൻ ടേപ്പ് ചെയ്തോണ്ടിരുന്നപ്പോ മാമി വന്നു. ഓഫ് ചെയ്യാൻ പറ്റിയില്ല. എന്നേക്കാൾ കൂടുതൽ മാമി പറഞ്ഞത് ഇതിലുള്ളത്. മാമിയുടെ ഡയലോഗ് കേൾക്കാനാണെങ്കിൽ എനിക്ക് കടയിൽ വന്നിരിക്കുമ്പോ കേട്ടാ പോരെ? എനിക്ക് ബസ് വരാൻ സമയം, ഞാൻ പോട്ടെ. ആ പൂവാലിന്റെ ശല്യം ഇപ്പോഴും ഉണ്ടോ? ഒന്നും പറയണ്ട, വലിയ ശല്യ, ദിവസമുണ്ട്. ഒരു ദിവസം ഞാനും വരാം, അന്നത്തോടെ അവസാനിപ്പിച്ചേക്കാം പോരെ? എടാ, കാണാൻ കൗതുകമുള്ള നല്ല സ്ഥലമാണ് ഇവിടെ. വെറുതെ അല്ല മുരളി ഇവിടുന്ന് പോകാത്തത്. മാമി, ആ നിൽക്കുന്നില്ല മുരളി സാറിന്റെ അവിടെ താമസിക്കുന്നത്. മുഴിக்கிற மொழியை பாரு, ஆந்த மாதிரி இருக்கு. മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുക. நீ பேசாம வா, நான் கவனிச்சுக்கிறேன். എടാ, അത് സാമിയുടെ ഫാമിലിയാണെന്ന് തോന്നുന്നു. അത് നിനക്കെങ്ങനെ അറിയാം? കൂടെ വരുന്ന നായരല്ലേ, കണ്ടറിഞ്ഞോടെ? അയ്യോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ ശ്രദ്ധിക്കാനാ? നീ പെണ്ണുങ്ങളെ പാവാടല്ലേ നോക്കൂ. வள வளன்னு பேசாம இந்த பக்கம் வா. சாவித்ரி, நீ ஊருக்கு எடுத்துட்டு வா. പിന്നെ മാഷില്ലേ? ആ ഉണ്ട്. സ്വാമി ഇരിക്കും, ഞാൻ വിളിക്കാം. சாமி ஒரு அப்பாவியாச்சே. யாருக்கு வேணுனாலும் எப்ப வேணுனாலும் எது வேணுனாலும் பண்ணிக்கலாமே. ആ എന്താ സ്വാമി പതിവില്ലാതെ? അല്ല, മാഷിനെ ഇന്ന് കടയിലോട്ടൊന്നും കണ്ടില്ല. അതെ, രാവിലെ എഴുന്നേറ്റപ്പോ മുതൽ കൈക്കും കാലിനൊക്കെ ഭയങ്കര വേദന. ഇന്ന് പുറത്തോട്ട് ഇറങ്ങിയില്ല. രാവിലെ മുതൽ ഞാൻ മാഷെ അന്വേഷിക്കുന്നതാ. ആ മുരളി ഉണ്ടല്ലോ, അവൻ വേറെ 2 കൂട്ടുകാരെ കൂടെ മുറിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുക. ചോദിക്കാൻ ചെന്നപ്പോൾ അവൻ എന്നോട് പറയുക, കൃത്യസമയത്ത് തന്നെ വാടക വരുന്നുണ്ടല്ലോ, ബാക്കി പാലിച്ച കാര്യങ്ങളൊന്നും സ്വാമി നോക്കണ്ടാണ്. ഒരു ശനിയനെ ഒഴിപ്പിക്കാൻ തന്നെ നമ്മൾ പെടാതെ പാടുപെടുമ്പോൾ ഇതാ വേറെ 2 ശനിയനെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു. ഇവങ്ങളെല്ലാം ഞാൻ എന്നാ പண்றது? ആ മുരളിയുടെ കയ്യിൽ നിന്ന് ഒരു വാളയച്ചിട്ട് എഴുതി മേടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? ഇനിയിപ്പോ നല്ല വാക്ക് പറഞ്ഞ് ഒഴിപ്പിക്കുന്നതാണ് ബുദ്ധി. ഞാൻ സംസാരിക്കാൻ ചെന്നാൽ അവന് യാതൊരു വിലയുമില്ല. അവൻ മുതലോളിയും ഞാൻ വാടകക്കാരനുമാണെന്നാണ് അവന്റെ ഭാവം. എന്നാൽ സ്വാമി ഇനി അവനോടൊന്നും സംസാരിക്കണ്ട, അവനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. അതാ നല്ലത്. ഇന്ന് തന്നെ മാഷ് അവനെ പോയി ഒന്ന് കാണണം. കുറച്ച് ധന്യന്തരം കുഴമ്പ് മേടിച്ച് തേച്ചു കുളിച്ചാൽ കൈയിന്റെയും കാലിന്റെയും വേദനയൊക്കെ ഒന്ന് മാറി കിട്ടിയാലേ. സ്വാമിയുടെ കാശ് വല്ലതും ഇരിപ്പുണ്ടോ? ഒരു 10-20 രൂപ മതിയോ? ഉള്ളത് മതി. ഉണ്ടോ? ഉള്ളൂ. ഒരവൺസെങ്കിൽ ഒരവൺസ് വാങ്ങിച്ച് കഴിക്കാമല്ലോ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. അപ്പോ മാഷ് ഇന്ന് തന്നെ അവനെ വിളിച്ച് സ്ട്രോങ് ആയിട്ടൊന്ന് സംസാരിക്കണം. സ്വാമി പോണം. ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ധൈര്യമായിട്ട് പൊയ്ക്കോന്ന്. ആയുർവേദമാകുമ്പോ വേദന മാറാൻ കുറച്ച് സമയം പിടിക്കും. ചാരായമാകുമ്പോ അങ്ങ് കയറിക്കോളും. നീ ചാരായ ഷാപ്പിൽ പോയിട്ടേ 200 മില്ലി ചാരായവും 2 മുട്ടയും കുറച്ച് കുരുമുളകിന്റെ പൊടി കൂടി വാങ്ങിച്ചോ. എന്താണത്? എന്ത് മുടി? ഫാഷൻ. എന്ത് ഫാഷൻ? പോയി മുടി പിടിച്ചു വേണം. പിന്നെ ആര്? സൈക്കിൾ ജാക്സൺ. പറഞ്ഞ വാടക കൃത്യമായിട്ട് എല്ലാ മാസവും 1-ാം തീയതി സ്വാമിയുടെ മേശപ്പുറത്തുണ്ടാവും. ഐശ്വര്യമായിട്ട് എല്ലാ 1-ാം തീയതിയും കൈനീട്ടം എന്റെ രൂപയാ. എന്റെ ഫ്രണ്ട്സിനെ അവിടെ താമസിപ്പിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള അധികാരമൊന്നും സ്വാമിക്കില്ല. പൊളിച്ചു പണിയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ സ്വാമിയുടെ വെറും നമ്പരാണ്. പിന്നെ ഞങ്ങളെ അവിടുന്ന് മാറ്റി താമസിപ്പിച്ചിട്ട് വേറെ ആർക്കെങ്കിലും കൂടുതൽ വാടക കൊടുക്കാനുള്ള ഒരു അടവാ. അതൊന്നുമല്ല, പൊളിച്ചു പണിയാനുള്ള പ്ലാനൊക്കെ മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ സത്യമാണ്. മാഷ് 2 വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളോടൊക്കെ സംസാരിക്കണമെങ്കിൽ 2 വിടാണ്ട് പറ്റുമോ? കൂട്ടത്തിലൊരു വക്കീലുണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ. ആരാണാവോ? ഞാനാ. എന്താ? അല്ല, ചോദിച്ചതേ ഉള്ളൂ. പോലീസല്ലേ? അല്ല, എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, അപ്പോഴല്ലേ എല്ലാം കഴിയുള്ളൂ. നിങ്ങൾ സ്വാമിയെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയല്ലേ? അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊന്നും ഞങ്ങൾക്കില്ല. സ്വാമി എന്തെങ്കിലും ബഹളം വെച്ച് ഞങ്ങൾക്ക് അസൗകര്യങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ മുനിസിപ്പൽ റെന്റ് ആക്ട് അനുസരിച്ച് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. വെറും 48 രൂപ ടാക്സ് കൊടുക്കുന്ന ആ ബിൽഡിങ്ങിന് വാടക ഇനത്തിൽ മുരളിയുടെ കയ്യിൽ നിന്ന് എത്ര രൂപ സ്വാമി വാങ്ങിക്കുന്നത് അറിയാമോ? ഐ ആം ആൻ അഡ്വക്കേറ്റ്. മറ്റുള്ളവർ സംസാരിക്കുന്ന രീതിയിൽ എന്നോട് സംസാരിക്കരുത്. ഒരാളെ കൊന്നിട്ട് വന്നാൽ പോലും കൊന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നവരാണ് വക്കീലന്മാർ. വക്കീൽമാർക്ക് മാത്രം വീട് വാടകയ്ക്ക് കൊടുക്കരുതെന്ന് പറയുന്നതിന്റെ കാര്യം ഇതാ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സ്വാമി ഒരു പാവ. പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ലോഡ്ജ് ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അത് മാത്രം മാഷ് പറയണ്ട. ദാറ്റ് ഇസ് ഇംപോസിബിൾ. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ.
ഇല്ലാത്ത നിയമമൊക്കെ പറഞ്ഞ് നീ അയാളെ വിരട്ടി കളഞ്ഞു പാവം. മുനിസിപ്പൽ റെന്റ് ആക്ട്, വക്കീലാണെന്ന് പറഞ്ഞ് വല്ല മണ്ടത്തരമൊക്കെ അടിക്കുന്നത് സൂക്ഷിച്ചു വേണം. എടാ ഞാൻ പോലീസാണെന്ന് ചോദിച്ചപ്പോ നീ അല്ലാന്ന് പറഞ്ഞെന്തിനാ? ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ സ്വാമി ഒന്ന് വിരട്ടാമായിരുന്നു. അങ്ങനെ ചില നമ്പർ ഇട്ടില്ലെങ്കിൽ ആ മാഷ് നമ്മളെ വരട്ടിയല്ലേ. അതെ, എടാ സ്വാമിയുടെ ഇളയ മകള് കൊള്ളാമല്ലോ, വീഴൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ അഭ്യാസം ഒന്നും ഇവിടെ എടുക്കരുത്. ഇല്ല, ഇവിടെ വെച്ചെടുക്കുന്നില്ല, പുറത്ത് വെച്ചാകാമല്ലോ. ലക്ഷണം കണ്ടിട്ട് ഇവനെന്തോ ലൈൻ ഉണ്ടെന്ന് തോന്നുന്നു. ഓടാ, ഞാനിവിടെ വളരെ ഡീസന്റാ. വേണമെങ്കിൽ പ്രദേശത്തുള്ളവരോടൊന്ന് അന്വേഷിച്ചു നോക്ക്. ആ അതൊക്കെ പോട്ടെ, സ്വാമിയുടെ മൂത്ത മകളോ? ഒരു പൂണൂലും കൂടെ ഇട്ടാ സ്വാമിയെ പോലെ തന്നെ ഇരിക്കും. നീ നിന്റെ പാട് നോക്കടാ. ഞാൻ ഇവ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. ഇവിടെയൊക്കെ നല്ല കുളിസിനുണ്ടാവും ചിലപ്പോ. ഒരു ബൈനാക്കുള്ളിൽ കിട്ടിയിരുന്നെങ്കിൽ. ഒന്നാക്കുന്നത് രണ്ടായിക്കോട്ടെ. നമ്മുടെ സ്വാമിയുടെ മോളല്ലേ നിൽക്കുന്നത്? അതെ. കുറച്ച് കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ കുളി കാണാമായിരുന്നു. ഇനിയിപ്പോ വെള്ളത്തിൽ ഇറങ്ങില്ല. നീ ഇവിടെ നിൽക്കേ, ഞാൻ പോയി മുട്ടിട്ട്. പിന്നെ നിനക്ക് നീന്താനൊക്കെ അറിയാമല്ലോ. സാധാരണ ഇവിടെ അടികൊണ്ട് വീഴുന്നവര് അങ്ങ് കടലിലാ പൊങ്ങുന്നത്. നല്ല തണുപ്പ്. അല്ല, എന്നും ഇവിടാണോ കുളിക്കുന്നത്? ഇങ്ങനെ ഓപ്പണായിട്ട് നിന്ന് കുളിച്ചാലേ ആരെങ്കിലും കാണും. കുട്ടി ഇറങ്ങി കുളിച്ചോളൂ, ആരും വരാതെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ശല്യം ചെയ്യാതെ പോകുന്നുണ്ടോ? എനിക്ക് കുളിക്കണം. അയ്യോ, കുളിച്ചോ, ഞാൻ പോയേക്കാം. കുട്ടിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കുട്ടിയെ കണ്ടത് മുതൽ എനിക്കൊരാഗ്രഹം. കുട്ടി എന്നും എന്റേതായിരിക്കണം. ഈ പെരിയാറിന്റെ തീരത്തുകൂടി കൈകോർത്ത് പിടിച്ച് നടക്കാനും ഒരുമിച്ചിവിടെ മുങ്ങിക്കുളിക്കാനും എന്റെ മനസ്സ് വമ്പുകയാണ്. കുട്ടിയില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ല. അയ്യോ, പോവാണോ? കുളിക്കുന്നില്ലേ? എന്താണ് പെണ്ണ് കരഞ്ഞോണ്ട് പോയത്? ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, സാധാരണ പെണ്ണുങ്ങൾക്ക് പറയാറുള്ളത് പോലെ നീ ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ എന്ന് വല്ല വെച്ച് കാച്ചിയോ? ആ കുട്ടി എങ്ങാനും ചെന്ന് സ്വാമിയോട് പറഞ്ഞാൽ സംഭവം ആകെ നാറും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വീട്ടിൽ ചെന്ന് പറയത്തില്ല. ഒന്നാമത് നമ്മളെ അവിടെ നിന്ന് എങ്ങനെ അടിച്ചിറക്കണം സ്വാമി ആലോചിച്ചോണ്ടിരിക്കുക. ഇതും കൂടി അറിഞ്ഞാൽ തീർന്നു. അപ്പൊ പിന്നെ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യണമെന്നോ? തൽക്കാലം മുങ്ങി കുളിക്കാം. கட்டையில போறவன் அவன் பேர் என்ன? பொம்பளை பசங்க கிட்ட கலாட்டா பண்றானா? யாரா அவன்? உன்னால முடியலன்னா சொல்லு, நான் போய் கேக்குறேன். ஏக்கா, நான் போய் கேட்டு ஏதாவது தகராறு வந்தா வெக்கக்கேடு நமக்கு தானே. அதனாலதான் நான் பேசாம இருக்கேன். அந்த முரளி மட்டும் இருந்தப்போ எந்த பிரச்சனையும் இல்லை. அவன் ஃப்ரெண்ட்ஸுக்கு இடம் கொடுத்ததே ரொம்ப தப்பா போச்சு. அப்பா, என்ன வந்தாலும் சரி, அவங்க 2 பேரையும் உடனே வெளியே அனுப்பித்தான் ஆகணும். காயத்ரி, எனக்கு எல்லாம் தெரியும். ஆனா நான் என்ன பண்றது? அந்த சோம்பேறி பசங்கிட்ட பேச போனா எம் மானந்தான் போயிடும். அதனால தான் பேசாம இருக்கேன். நமக்கு ஹெல்ப் பண்றதுக்கு யார் இருக்கா? ஏண்டா, அந்த போக்கிரி பசங்க பட்டத்தை பார்த்துட்டு பேசாம இருக்க சொல்றியா? பொம்பளை பசங்க வெளியில இறங்கி நடக்க வேண்டாம், உடனே இதுக்கு ஏதாவது ஒண்ணு பண்ணிதான் ஆகணும். திரும்பேண்டி, பொம்பளை பசங்களை வெளியில இறங்கி நடக்க விட மாட்டானா? அறிவு விட்டவனுங்க. പക്ഷേ ഇങ്ങോട്ട് വരാമോ? ആര്? സ്വാമിയോ? ആ വരുന്നു. ഞാൻ മാഷെ തേടി വരികയായിരുന്നു. എന്താ സ്വാമി വിശേഷം? അവന്മാരെ കൊണ്ട് വലിയ തൊന്തരമായിട്ടുണ്ട് മാഷെ. എന്തെങ്കിലും ഉടനെ ഒന്നും ചെയ്യാതെ പറ്റില്ല. ഇന്ന് രാവിലെ സാവിത്രി കുട്ടി കുളിക്കാൻ പോയപ്പോ ആ ഏഭ്യൻ എന്തെല്ലാം അനാവശ്യങ്ങളാ പറഞ്ഞതെന്ന് അറിയാമോ? ഇനി ഒരു ദിവസം പോലും അവന്മാരെ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല മാഷെ. നിങ്ങൾ തന്നെ ഏതാവത് ഒരു വഴി ചൊല്ലിക്കൊടുക്കണം. ഞാൻ ആലോചിച്ചിട്ടൊരു വഴിയെ കാണുന്നുള്ളൂ സ്വാമി. എന്താണത്? നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം.
ആ നിമിഷം എല്ലാത്തിനെയും അവന്മാര് പൊക്കും. അത് വേണോ മാഷേ? വേണം സ്വാമി. നാട്ടുകാർ അറിഞ്ഞാൽ അത് നമ്മുടെ കുട്ടികൾക്കാണല്ലോ മോശം. ഓഹോ, അതും ശരിയാണല്ലോ. അപ്പൊ വേറൊരു വഴിയുണ്ട്. അതായത് സാവിത്രിക്കുട്ടിയെ കളിയാക്കിയ വിവരം നമ്മൾ സ്റ്റേഷനിൽ അറിയിക്കുന്നില്ല. അതാ ഞാൻ മാഷെ തന്നെ കാണാൻ വന്നത്. എത്ര കൊല്ലത്തേക്കാ വാടക ചീട്ട് എഴുതിയിരിക്കുന്നത്? വാടക ചീട്ടൊന്നും എഴുതിയിട്ടില്ല സാർ, ഒരു നമ്പിക്കയുടെ പേരിൽ കൊടുത്തതാണ്. ആരെങ്കിലും ഇക്കാലത്ത് വാടക ചീട്ടില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ സ്വാമി? അതെ സാറേ, വിശ്വാസവഞ്ചന ചെയ്യുമെന്ന് സ്വാമി തീരെ പ്രതീക്ഷിച്ചില്ല. ഒരിക്കലും അവിടെ നിന്ന് മാറിക്കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ വേറെ രണ്ടുപേരെ കൂടി കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. സാർ അയാളെ പിടിച്ച് രണ്ടങ്ങ് ചാമ്പി ആണല്ലോ ഇറങ്ങിത്തരും. താൻ സ്വാമിയുടെ ആരാ? അളിയൻ. അളിയൻ അല്ലേ? അല്ല, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ്. ആമാ, അപ്പുണ്ണി മാഷ്. അതെ. ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല സാറേ, നാട്ടുകാർ ബഹുമാനം കൊണ്ട് എന്നെ അങ്ങനെ വിളിക്കുന്നതാ. ഗുഡ് മോർണിംഗ് സാർ. എങ്ങനെയെങ്കിലും അവന്മാരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു തരണം. വലിയ ശല്യമായിട്ടുണ്ട്. ശരിക്കും ഒരു വാടക ഗുണ്ടായിസം എന്ന് പറയാം. ശരി, സ്വാമി പോയിക്കോളൂ, ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ. സാറേ, ഞാൻ വൈകിട്ട് അങ്ങ് വരാം. വാട്ട് ഈസ് യുവർ നെയിം? എന്താ കഴിവുണ്ടോ മോനെ? അടിച്ചിട്ട് വണക്കം സാർ. നമസ്കാരം. അവന്മാർ മോളിലുണ്ടോ? ഉണ്ട് സാർ. സ്വാമി വരണ്ട. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ പൊന്മണി. നിങ്ങളാണോ മുരളി? അതെ സാർ. സ്വാമി നിങ്ങളോട് ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് എന്താ മാറിക്കൊടുക്കാത്തെ? അത് ഞങ്ങൾ കൃത്യമായിട്ട് വാടക കൊടുക്കുന്നുണ്ട് സാർ. അതൊക്കെ ശരിയായിരിക്കാം. പിന്നെ സ്വാമി ഇത് പൊളിച്ചു പണിയെന്ന് പറയുമ്പോ മാറിക്കൊടുക്കാതെ ഗുണ്ടായുസം കാണിക്കാണോ? അയ്യോ, ഗുണ്ടായുസം ഒന്നുമല്ല സാർ. സ്വാമിയോട് ഞങ്ങൾ വളരെ നല്ല രീതിയിലാണ് ഡീൽ ചെയ്തിട്ടുള്ളത്. ഇതാരാ? എന്റെ ഫ്രണ്ടാണ് അഡ്വക്കേറ്റ് ജോസ് കുര്യൻ. ആദ്യം നിങ്ങൾ മാത്രമല്ലേ ഇവിടെ താമസിച്ചിരുന്നത്? ആരോട് ചോദിച്ചിട്ടാ രണ്ടുപേരെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്? അവര് തൽക്കാലം 2-3 ദിവസത്തേക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നാണ് സാർ. ശരി ശരി, സ്വാമിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ വേഗം റൂം ഒഴിഞ്ഞു കൊടുത്തേക്കണം. അല്ല, സ്വാമി ഇത് പൊളിച്ച് പണിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പൊളിക്കും എന്ന് പറയുന്നതല്ലാതെ സ്വാമി പ്ലാൻ വരയ്ക്കുകയോ സബ്മിറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. സ്വാമി ഈ കാണുന്ന പോലെയൊന്നുമല്ല, ആള് വളരെ ക്രൂക്കഡാണ്. ഞങ്ങൾ ഇവിടുന്ന് ഇറക്കിയിട്ട് കൂടുതൽ വാടകയ്ക്ക് വേറെ ആർക്കോ കൊടുക്കാമെന്ന് സ്വാമി വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, ഇനി സ്വാമിക്ക് ഇത് പൊളിച്ച് പണിയണമെന്ന് നിർബന്ധമാണെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ശരിയാവുമ്പോ ക്വാർട്ടേഴ്സ് കിട്ടിയില്ലെങ്കിൽ തന്നെ ഞാൻ ഒഴിഞ്ഞു കൊടുത്തേക്കാം. ഇനിയും ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് സ്വാമിയോട് സാറൊന്ന് പറയണം. സാറിനെ ഞാൻ ക്വാർട്ടേഴ്സിൽ വന്ന് കണ്ടോളാം. മുരളി എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഇവിടെ വർഗീസ് ഫാർമസ്യൂട്ടിക്കൽ. ഓഹോ, അപ്പൊ ധാരാളം മെഡിസിൻ സാമ്പിൾസ് ഫ്രീ ആയി കിട്ടുമല്ലോ. കിട്ടും സാർ. സാറിന് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കാം. ഓക്കെ, സീ യു. താങ്ക് യു. വലിയ താപ്പാനങ്ങളെ ഡോക്ടേഴ്സിന് വീഴ്ത്തുന്നു, പിന്നെയല്ലേ ഇയാള്. എങ്ങനെയുണ്ട് വിടൽ? 5-6 ദിവസം കഴിയുമ്പോ നീയൊക്കെ ഇവിടുന്ന് ഇറങ്ങണമെന്ന്. കോപ്പിറങ്ങും. അല്ല, ഞാൻ ആലോചിക്കേ, ഈ എസ് ഐയെ കൊണ്ട് നമ്മുടെ സ്വാമിക്കിട്ട് 2 കൊടുപ്പിച്ചാലോ? ആലോചിക്കാവുന്നതാണ്. പാമ്പ് മുരുക ഷൺമുഖ. ഷൺമുഖനല്ല സ്വാമി, അപ്പുണ്യാന്നേ. എന്തായി സ്വാമി? പോലീസുകാർ വന്നിട്ട് അവന്മാരെ പൊക്കിയോ? പൊക്കിയില്ല, മുക്കി. ശരിക്കും അവന്മാർ നമ്മളെ മുക്കി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. പുലിയെപ്പോലെ വന്ന എസ് ഐ മുകളിൽ പോയിട്ട് തിരിച്ചു വന്നത് എലിയെ പോലെയാണ്. എന്നിട്ട് എന്നെ ഒരു വിരട്ടൻ. എന്താ ഉണ്ടായെന്ന് ശരി തുറന്ന് പറ സ്വാമി. എന്തോന്ന് തുറക്കാൻ, എന്തോന്ന് പറയാൻ. പോലീസുകാർ അവർ അവരുടെ സ്വഭാവം ഇവിടെയും കാണിച്ചു. അവർ കൈക്കൂലി കൊടുത്ത് എസ് ഐയെ കയ്യിലെടുത്തു എന്ന് പറയാം. ഇപ്പോൾ വാദി പ്രതിയായി എന്നർത്ഥം. ഞാനില്ലാതായി പോയല്ലോ. ആരുണ്ടായിട്ട് എന്താ കാര്യം? സാക്ഷാൽ വെങ്കടേശ്വര പെരുമാൾ നേരിട്ട് വന്ന് പറഞ്ഞാലും അവർ അവരുടെ സ്വഭാവം കാണിക്കും. അല്ല സ്വാമി, ഇനിയിപ്പോ എന്താ ചെയ്യാ സ്വാമി? എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. എന്റെ വീടും പറമ്പും വിറ്റിട്ടാണെങ്കിലും ശരി, എന്റെ മാനത്തെ എനിക്ക് സ്വാമി, മര്യാദയുടെ വഴിക്ക് പോയാൽ കാര്യം നടക്കില്ല അല്ലേ? നടക്കില്ല എന്ന് ഇപ്പൊ ഉറപ്പായില്ലേ? നമുക്കൊരു കാര്യം ചെയ്താലോ സ്വാമി? എന്ത് കാര്യം? ടൗണിലെ റൗഡികളെ വിളിച്ച് ഇവന്മാരെ തല്ലി ചതപ്പിക്ക്. ഒറ്റ പട്ടി അറിയല്ല, അറിയാവോ? അല്ല, അത് വേണോ? വേണം. ഞാനാണ് ഇത് ചെയ്യിച്ചതെന്ന് അറിഞ്ഞാൽ പോലീസുകാർ എന്നെ കൊണ്ടുപോയി തല്ലി ചതയ്ക്കും. ആയിക്കോട്ടെ, ഞാൻ തന്റെ പേര് പറയും. എനിക്ക് വിരോധമില്ലല്ലോ. ഒരു വിരോധം. ആഹാ, അല്ല ഇതെന്താ ഈ എന്റെ ബുദ്ധി ശരിക്കും വർക്ക് ചെയ്യാത്തത്? ഒരു 150 അടിച്ചാ ഒരു പക്ഷെ ശരിയായേനെ. ഞാനിന്ന് കാശെടുത്തില്ല. സ്വാമി അവിടെ ഇരിക്കേ. അല്ല ഈ മറ്റേ
ആ കിട്ടിപ്പോയി എന്താ കളരി കളരിയോ? കളരിയാശാൻ പയ്യന്നൂർ സുകുമാരൻ ഗുരുക്കൾ എന്ന് കേട്ടിട്ടുണ്ടോ? സുകുമാര കുറുപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. ഉറപ്പല്ല, ഗുരുക്കൾ. പുള്ളിയുടെ സുഹൃത്താ. അയാളെ കൊണ്ടുവന്നാൽ ഇവന്മാരെ ഒതുക്കാം. ഇങ്ങനെ അല്പം പണം ചെലവുള്ള ഏർപ്പാടൊക്കെ ആണ്, എന്നാൽ കാര്യം നടക്കും. ഗുരുക്കളെ കൊണ്ടുവന്ന് ഇവന്മാരുടെ കൂടെ എങ്ങനെ താമസിപ്പിക്കുക? പാമ്പിൻ കൂട്ടിൽ കീരി അന്തി ഉറങ്ങട്ടെ, അവസാനം പാമ്പ് കീരിയെ വിഴുങ്ങും. പക്ഷേ ഈ ഗുരുക്കൾക്ക് എന്ത് കൊടുക്കേണ്ടി വരും? 5000 രൂപ കൊടുക്കേണ്ടി വരും. 5000 രൂപയോ? സ്വാമി വിഷമിക്കണ്ട, ഞാൻ ഇടപെടുന്ന കേസായതുകൊണ്ട് വെട്ടിമുറിച്ച് ഒരു 4750 രൂപ കൊടുത്താൽ മതിയാകും. അല്ല, ഇതാരാ? അപ്പുണ്ണിയോ? നമസ്കാരം ഉണ്ടേ. നമസ്കാരം. എന്ത് പറ്റി? സുഖമില്ലാതെ ഇരിക്കുക. ആണോ? ഒരാഴ്ചയായിട്ട് കിടപ്പില്ല. ഓ, അപ്പുണ്ണിയെ കണ്ടിട്ട് കാലം കുറെ ആയല്ലോ. എങ്ങനെ ഇരുന്ന ഗുരുക്കളാ? നിവർത്തി വെച്ച കൂട ചുരുക്കി വെച്ച പോലെ. പഞ്ചാര രോഗം വന്ന് പിന്നെ ചൊവ്വ നേരെ ഒരാഹാരവും കഴിക്കാൻ പാടില്ല. അത് തന്നെയുമല്ല, ഡോക്ടർമാർ ഇപ്പൊ പറയുന്നത് പച്ചവെള്ളം പോലും കുടിക്കരുതെന്ന്. അതെന്താ? പച്ചവെള്ളത്തിലും പഞ്ചസാര ഉണ്ടെന്ന്. ഇക്കണക്കിന് ഗുരുക്കള് വെള്ളമിറങ്ങാതെ ചാവേണ്ടി വരുമല്ലോ. ആ, പിന്നെ എന്തൊക്കെ ഉണ്ട് അപ്പുണ്ണി വിശേഷങ്ങൾ? ഗുരുക്കൾക്ക് ഒരു കോളും കൊണ്ടുവന്നതാ ഞാൻ. എന്താ അപ്പുണ്ണി കോള്? കോള് നമ്മുടെ തൊഴിൽ തന്നെ, കളരി. എനിക്കൊരു സുഹൃത്തുണ്ട്, സ്വാമി പട്ടര. പുള്ളിക്കാരനൊരു പ്രശ്നം. അയാളുടെ ലോഡ്ജ് ഒരുത്തിന് വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അവൻ അവിടെ നിന്ന് ഇറങ്ങുന്നേ ഇല്ല. തന്നെയുമല്ല, അവൻ വേറെ 2 പേരെ കൂടി കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചിരിക്കുക. ഞാൻ ഇറക്കാൻ പല പണിയും നോക്കി, പോലീസിന് വരെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. അവന്മാരനങ്ങുന്നേ ഇല്ല. അവസാനൊക്കെ ഞാൻ പറഞ്ഞു, പയ്യന്നൂർ സുകുമാരൻ ഗുരുക്കളെ കൊണ്ടുവന്ന് അടിച്ചിറക്കാമെന്ന്. ഇക്കാലത്ത് വാടകക്കാരെ ഒഴിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാ. ഇപ്പൊ എന്താ ഒരു മാർഗം? ഗുരുക്കളെയും കൊണ്ട് ചെല്ലാമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെ വരാനാ? ഒരു കാര്യം ചെയ്യാം, അതിന് പറ്റിയ ഒരാളെ ഞാൻ ഇടപാട് ചെയ്യാം. ആരാണാവോ? എന്റെ ശിഷ്യൻ പയ്യോളി അനന്തൻ. ആണോ ഗുരുക്കളെ? അല്ല, അവിടെയുള്ള 3 പേര് അത്ര മോശക്കാരല്ലേ? 3 പേരല്ല, 30 പേര് വന്നാലും അനന്തം മാത്രം മതി. അവൻ എന്നെക്കാൾ മിടുക്കനാ. കളരി മുറ കൂടാതെ ചൂണ്ടുമർമ്മം വരെ അറിയാവുന്നവനാ. എന്നാ അതൊന്ന് ഏർപ്പാടാക്കി തന്നാ നന്നായിരുന്നു. സ്വാമി ശരണം. എവിടുന്നാണാവോ? അയ്യപ്പ ശരണം. ഞാൻ കുറച്ച് ദൂരെന്നാ. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ അല്പം കൂടി തടിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ? സുകുമാരഗുരുക്കൾ നന്നായിട്ടാ. ഇരിക്കാം. വീടന്വേഷണം നടന്നു കൈയും കാലൊക്കെ ഭയങ്കര വേദന. ഒരു നോറ്റം. കാശ് എത്ര വേണമെങ്കിലും തരുമെന്നാണല്ലോ ഗുരുക്കൾ എഴുതിയിരിക്കുന്നത്. അതിലെന്താ സംശയം? എന്താ? കാശ് വലിച്ചെറിയുന്ന ആളല്ലേ സ്വാമി? അങ്ങനെ വല്ലയിടത്തോട്ടും വലിച്ചെറിഞ്ഞിട്ട് കാര്യമില്ല. സ്വാമി ക്യാഷ് എന്റെ പോക്കറ്റിൽ എറിയണം. എനിക്ക് ഇവിടെ തന്നെ ഇതുപോലെ 1-2 ഒഴിപ്പിക്കൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട്. അയ്യോ, ഉപേക്ഷ വിചാരിക്കരുത്. സ്വാമി ആളൊരു മഹാഭാവ. ആ കശ്മലന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. അതുകൊണ്ടാ. പെമ്പിള്ളേർക്ക് എന്ത് പ്രായം വരും? 19 വയസ്സും 17 വയസ്സും. ഈ പ്രായമാണ് പ്രശ്നം. എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. ഇനിയിപ്പോ ആലോചിക്കാനൊന്നുമില്ല. അഡ്വാൻസ് ആയിട്ട് 1000 രൂപയുണ്ട്. വാങ്ങിച്ചോളൂ, പിടിച്ചോളൂ. ബാക്കി തുക അവന്മാർ അടിച്ചിറക്കുന്ന ആ നിമിഷം തരും. പിടി. സമ്മതിച്ചു. പക്ഷേ എനിക്ക് 1-2 കണ്ടീഷൻസ് കൂടിയുണ്ട്. എന്താണാവോ? എന്റെ ദിനചര്യകളും ഭക്ഷണക്രമങ്ങളും അതൊക്കെ ഏറ്റു. അനന്തം ഗുരുക്കൾ വരാമെന്ന് സമ്മതിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ന് വരണം? കയ്യോടെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് പോകുന്നത്. എന്നാൽ ഉടനെ തന്നെ പുറപ്പെട്ടു കളയാം. എത്രയും പെട്ടെന്ന് അവിടുത്തെ ജോലി തീർത്തിട്ട് ഉടനെ മടങ്ങി വരികയും ചെയ്യാമല്ലോ. ഞാൻ എന്റെ അമ്മയുടെയും കാവിലമ്മയുടെയും അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാം. സ്വാമി ശരണം. അയ്യപ്പ ശരണം. സ്വാമി. എന്താ മോനെ?
ഞാനൊരു സ്ഥലം വരെ പോവുക. കുറച്ചു ദിവസം കഴിഞ്ഞേ മടങ്ങി വരും. എവിടെയെങ്കിലും ജോലി ശരിയായോ ആ, ഒരാൾ ചെല്ലാൻ പറഞ്ഞിരിക്കുക. എന്താ ഏട്ടാ ജോലി? തിരുവനന്തപുരം ജില്ലാ കളക്ടർ. അല്ലമ്മേ, ജോലിക്കുള്ള ശുപാർശ കത്തേ കയ്യിലുള്ളൂ. ജോലി എന്താണെന്നൊക്കെ അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ. ഏട്ടനോട് പോയാ പിന്നെ ഇവിടെ ആരാ ഉള്ളത്? എനിക്കൊന്നേ പറയാനുള്ളൂ. എവിടെ പോയാലും രജനിയുടെയും മായയുടെ ഓർമ്മ നിനക്കുണ്ടായിരിക്കണം. ചേട്ടനെ പോലെ നീയും ആകരുത്. ശരിയമ്മേ. ദാ ഇത് വെച്ചോളൂ. എവിടുന്ന ഏട്ടാ ഇത്രയും രൂപ? അത് അഡ്വാൻസ് കിട്ടിയതാ. ജോലി കിട്ടുന്നതിന് മുമ്പ് അഡ്വാൻസ് അല്ലേ? പിന്നെ ജോലി കിട്ടിയതിന് ശേഷമാണോ അഡ്വാൻസ്? അമ്മേ, ഞാൻ ഇറങ്ങുക. മരുന്നൊക്കെ കൃത്യസമയത്ത് കൊടുക്കാൻ മറക്കരുത്. വരട്ടെ അമ്മേ. ശരി മോനെ. ഇറങ്ങി ഇറങ്ങോ, വേഗം ഇറങ്ങി വാ. എന്തോ മനുഷ്യ ഇത്, കണ്ണു കണ്ടൂടെ? അല്ലെ ഇത് ആരാ മാഷ പുതിയൊരാള്? കേട്ടിട്ടില്ലേ അനന്തൻ ഗുരുക്കൾ? ഇല്ല. ആ എന്നാ കണ്ടോളൂ, ഇതാണ് സാക്ഷാൽ അനന്തൻ ഗുരുക്കൾ. മാഷ് എന്നെ ഗുരുക്കളെന്നും പറഞ്ഞ് ഇങ്ങനെ ആരെയും പരിചയപ്പെടുത്തണ്ട. ഞാൻ വന്നിരിക്കുന്ന കാര്യം പോലും ആരും അറിയാൻ പാടില്ല. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. പിന്നെ വളരെ സൂക്ഷിച്ചു വേണം ആ ലോഡ്ജുകാരെ കൈകാര്യം ചെയ്യാൻ. അതെന്താ? മർമ്മങ്ങാൻ മാറി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊലക്കുറ്റത്തിന് സമാധാനം പറയേണ്ടി വരില്ലേ? മാഷ് ഒന്നും കൊണ്ട് പേടിക്കണ്ട. ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാ ഞാൻ അവരെ നേരിടാൻ പോകുന്നത്. എന്നാലും കുഴപ്പമില്ല. എടാ നാരായണ, 2 സോഡ ഇങ്ങനെ കുടിച്ചതിന്റെ കാശ് ആദ്യം എന്നാ പിന്നെ കുടിക്കാം. അങ്ങോട്ട് ടീ വിടുക. നമസ്കാരം. നമസ്കാരം. എന്താ പക്ഷെ പോട്ടെ, ആള് വന്നില്ലേ? അപ്പുണ്ണി മാസ്റ്റർ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് നടത്താതിരുന്നിട്ടുണ്ടോ? എന്നിട്ട് ആളെവിടെ? ഇതാണ് ആള്, അനന്തൻ ഗുരുക്കൾ. നമസ്കാരം. നമസ്കാരം. ഇത് കുമാരൻ ഗുരുക്കളുടെ മകനായിരിക്കും. അല്ല, ഞാൻ ഗുരുക്കളുടെ ശിഷ്യനാ, അനന്തൻ. സുകുമാരൻ ഗുരുക്കളുടെ 12 ശിഷ്യന്മാരിൽ പ്രമുഖൻ. വേറൊന്നുമല്ല, കണ്ടിട്ട് ഒരു കളരി അഭ്യാസിയാണെന്ന് തോന്നിയില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ക്ഷമിക്കണം. കളരി അഭ്യാസിക്ക് തടി എന്തിനാ? നെയ്വഴക്കം വല്ല പ്രധാനം. സ്വാമി ഇങ്ങനെ ഇഡലി പോലെ വീഴ്ത്തിയിട്ട് വല്ല കാര്യമുണ്ട്. അല്ല, അപ്പോഴേ നമുക്ക് മറ്റേ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. மாமி, அப்பாவும் மாஷும் வராங்க. இன்னொரு இருக்கு. குருக்களாയിരിക്കും. ഇരിക്കൂ. ഇതാണ് കളരി വിദ്വാൻ അനന്തൻ ഗുരുക്കൾ. നമസ്കാരം. കളരി വിദ്വാൻ എന്നുള്ള പ്രയോഗം തെറ്റാണ്. കളരി ആശാനെന്ന് പറയണം. ഇതെന്റെ മൂത്ത സഹോദരിയാണ് അമ്മ. ഗായത്രി, സാവിത്രി. കാപ്പി എടുക്കട്ടെ? ആയിക്കോട്ടെ. അയ്യോ, ഗുരുക്കൾ കാപ്പി കുടിക്കാറില്ല, പാലേ കുടിക്കൂ. ഗോംപാൽ, അതായത് പശുവിൻ പാൽ. ഞാൻ പാൽ മാത്രമേ കുടിക്കൂ എന്നുള്ള വിവരം മാഷം മറന്നോന്ന് ടെസ്റ്റ് ചെയ്യായിരുന്നു. അതിനെന്താ, പാലെടുക്കാം. ഗായത്രി, സാവിത്രി കുട്ടി. അതെ, യഥാർത്ഥത്തിൽ ഈ അനന്തൻ ആരാന്ന് സ്വാമിക്കറിയാം. തച്ചോളി ഓതേരൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആ, കടത്തനാട്ട് വീരനല്ലേ? ആമാ, അന്ത തറവാട്ടിലെ അവസാനത്തെ കന്നിയായിരിക്കുന്നത്. പതിനെട്ടടവുകളിൽ ഏതടവ് പ്രയോഗിച്ചാണ് അവന്മാർ അവിടെ നിന്ന് ഇറക്കേണ്ടത് സ്വാമി എന്ന് പറഞ്ഞാൽ മതി. ബാക്കി കാര്യം അനന്തനേറ്റു. അതേതൊക്കെ മുറകളാണ് പറ്റിയതെന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ അനന്തൻ. മെയ്ത്താരി, കോൽത്താരി, വായ്ത്താരി, അങ്കത്താരി. ഇതിലെ കോൽത്താരിയിലെ ഒറ്റപ്പയറ്റ്, അങ്കത്താരിയിലെ മറപിടിച്ച കുന്തം, പുലിയങ്കം. ഇതിലേതാ വേണ്ടതെന്ന് സ്വാമി തന്നെ തീരുമാനിച്ചാൽ മതി. അല്ല, ഈ ആയുധം കൊണ്ടുള്ള കളികൾ വേണോ? മറ്റു മാർഗങ്ങളിലൂടെ അവരെ ഇറക്കിവിടാൻ പറ്റില്ലേ? അപ്പോ പുലിത്താരി മതിയല്ലേ? മംഗം. ആദ്യം ഞാൻ അവന്മാരെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ഏതടവ് വേണമെന്ന് തീരുമാനിക്കാം. ഓ, പക്ഷേ ഈ ഗുരുക്കൾ ഇവിടെ വരുത്തിയിരിക്കുന്ന വിവരം പുറത്താരും അറിയരുത്. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്വാമി, ഒരാളും അറിയില്ല. എന്നാ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകാം. ഇപ്പോൾ അവന്മാർ ഇവിടെ കാണുകയില്ലല്ലോ. അവന്മാരവിടെ ഇല്ലാത്തതാണ് നല്ലത്. ആദ്യം ഞാൻ ആ മുറിയും പരിസരങ്ങളും ഒക്കെ ഒന്ന് കാണട്ടെ. അല്ല, അപ്പോ സ്വാമി
അനന്തന്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നമുക്ക് ഹോട്ടലുണ്ട്, എന്നാലും അനന്തൻ അവിടെ നിന്ന് കഴിക്കണ്ട, ഇവിടെ നിന്ന് കഴിച്ചോട്ടെ. ഇവിടെ ആവുമ്പോ ഇഷ്ടാനുസരണം അക്ക ഉണ്ടാക്കി കൊടുത്തോളും. അതാ നല്ലത്. സ്വാമിയുടെ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ച് വെറുതെ വയറ് കേടാക്കണ്ട. അല്ല, പച്ചക്കറി എന്ത് വേണമെങ്കിലും ഞാനിവിടെ ഉണ്ടാക്കി തരാം. എന്താ? ഒന്നുമില്ല. ഇതാണ് അവന്മാർ താമസിക്കുന്ന മുറി. സ്വാമി, ഗുരുക്കൾക്ക് ആ സാധനം കൊടുക്കൂ. ഒന്ന് മാറി ഒന്നും അങ്ങോട്ട് വെച്ചോട്ടെ. പോട്ടെ അങ്ങോട്ട്. എത്രയും പെട്ടെന്ന് ഒരു കട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് വടക്ക് കിഴക്കായിട്ട് ഇവിടെ ഇങ്ങനെ ഇടണം. അതെന്തിനാ? ഇതിനകത്താണ് ഞാൻ കിടക്കാൻ പോകുന്നത്. ആവുന്നതും ബലപ്രയോഗം നടത്താതെ അവന്മാരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് തന്നെ കൂടെ താമസിക്കാമെന്ന് വിചാരിക്കുന്നത്. ലോഡ് ജോയിൻ ചെയ്താത്തതോ പോട്ടെ, അവന്മാരുടെ ശല്യം കാരണം എന്റെ പെൺകുട്ടികൾക്ക് പുഴയിൽ കുളിക്കാൻ പോകാൻ പോലും വയ്യ എന്നായിട്ടുണ്ട്. അന്ത വിഷയം കൂടെ കൊഞ്ച ജ്ഞാപകം എടുക്കണം. എല്ലാം ഞാനേറ്റ് സ്വാമി. ഒരു സ്വകാര്യം എനിക്ക് മാഷിനോട് സംസാരിക്കാനുണ്ടായിരുന്നു. സംസാരിച്ചോളൂ. ഞാൻ താഴെ പോയി കടയിലിരിക്കാം. മാഷ, ഒരു കാര്യം, എനിക്ക് കഴിക്കാൻ പുല്ലും വൈക്കോലും സാമ്പാറും ഒന്നും പറ്റില്ല. ഇറച്ചിയും മീനും മുട്ടയൊക്കെ വേണ്ടി വരും. ഞാനത് അവിടെ വെച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിനെന്താ? എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി. ചോദിക്കുന്നോണ്ട് വിരോധമൊന്നും തോന്നരുത്. മറ്റവൻ അടിക്കൂ? അടിക്കോ? ഞാൻ അടിക്കില്ല. ഞാൻ അടിക്കും. എന്നാ കാര്യം അടിക്കും. നേരെ താനൊന്ന് മുകളിലേക്ക് വരണം. ശരി സാർ. ഇന്നെന്തെങ്കിലൊക്കെ നടക്കും. അടിയുടെ ഒച്ച കേട്ട് സ്വാമി പേടിക്കരുത്. വേണമെങ്കിൽ അലമാരിയൊക്കെ ഒന്ന് മാറ്റി വെച്ചു. കേറിപ്പോയ 3 എണ്ണവും ഉരുണ്ട് താഴെ വന്ന് വീണ് സ്വാമിയുടെ കൈയും കാലും പിടിക്കും. അലമാരി പിടിച്ച് മാറ്റണം സ്വാമി. വേണ്ട വേണ്ട, ഓടോ. അയ്യോ, തുറന്നു നടക്കാണല്ലോ. അയ്യോ, ഞാനല്ലേ പൂട്ടിയത്. നീ കള്ളന്മാര് വല്ലതും കയറി കാണൂ. ആരാ കിടക്കുന്നത്? നീ അക്ഷരം മാറ്റിക്കേ. തുടരുത്. ആരെങ്കിലും തല്ലിക്കൊന്നു കൊണ്ടുവന്നിട്ടാണെങ്കിലോ? അയ്യോ, ശ്വാസം ഉണ്ടോ നോക്കാം. അയ്യോ, ഇതായി പിന്നെ. അയ്യോ, ശ്വാസം ഉണ്ടോ നോക്ക്. നീ നോക്ക്, നീയല്ലേ അടുത്ത്. എന്നാ നീ നോക്ക്. നോക്കടാ, എന്റെ കുപ്പി ഇരിക്കല്ലേ. പിന്നെ ഇതാരാ നോക്കുന്നത്? അയ്യോ, ആരാ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? അത് കൊള്ളാം. ഞങ്ങളെ മുറി കയറി കിടന്ന് ഉറങ്ങാൻ താനാരോ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നിങ്ങൾ ആരാ? ഇതിപ്പോ വാദി പ്രതിയായോ? താനെങ്ങനെ ഇതിനകത്ത് കയറി? കക്കം കയറിയതല്ലോടൂ. അനാവശ്യം പറയരുത്. വാടക കൊടുത്തിട്ട് അതിനകത്ത് കയറി കിടക്കുന്നത്. ഞങ്ങൾ വാടക എടുത്തിരിക്കുന്ന മുറി എങ്ങനെയാണ് തനിക്ക് വാടക കയറുന്നത്? അതൊക്കെ നിങ്ങൾ സ്വാമിയുടെ അടുത്ത് ചോദിച്ചാൽ മതി. ഓഹോ, പുകച്ച് പുറത്തി അടിക്കാനായിരിക്കും പട്ടരുടെ പരട്ട് ബുദ്ധി. ശരി, നമുക്ക് ഏതായാലും സ്വാമിയുടെ ചോദിക്കാം. അല്ല, എന്തെങ്കിലും സാധനങ്ങൾ ഇതിനകത്തുനിന്ന് കളവ് പോയാൽ തന്റെ ഷേപ്പ് ഞങ്ങൾ മാറ്റും. അത് തന്നെയാ എനിക്കും പറയാൻ. നോക്കാം. ഏതായാലും കാത്തിരുന്നോ, പോലീസുകാർ ഇപ്പൊ നിന്നെ പൊക്കും. ഏതായാലും താഴോട്ട് പോവല്ലേ? എനിക്ക് 2 പരിപ്പോടെയും ചായയും പറഞ്ഞേക്ക്. സ്വാമി, എന്റെ മുറി കയറി കിടക്കുന്ന ആരാ? പുതിയ പുതിയ വാടകക്കാരൻ. എന്നോട് ചോദിക്കാതെ എന്റെ മുറി തുറക്കാൻ ആരാ പറഞ്ഞത്? തന്റെ മുറിയോ? എന്റെ ലോഡ്ജിലെ മുറി തുറക്കാൻ എനിക്ക് തന്നെ അനുവാദം വേണോ? ഇയാൾ ഇത് എവിടുത്തെ പട്ടരാ? ഒരാൾക്ക് മുറി വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ അനുവാദമില്ലാതെ മുറി തുറക്കുന്നത് ശിക്ഷാർഹമാണ്. വകുപ്പ് ഏതാണെന്ന് അറിയാമോ? ഭവനവേതനം. 5 കൊല്ലം അകത്ത് കിടക്കേണ്ടി വരും ഇതും പിടിച്ചോണ്ട്. ഞങ്ങളെ പുറത്ത് ചാടിക്കാൻ ആരെങ്കിലും പറഞ്ഞു തന്ന കുരുട്ടുബുദ്ധി ആയിരിക്കും അല്ലേ? എന്റെ മുറിയിൽ വെച്ചിട്ട് പോയ 2000 രൂപ കാണുന്നില്ല. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. ചെയ്തോ, പോലീസ് വരട്ടെ. എന്റെ ലോഡ്ജിലെ മുറി വേറെ ആർക്കും വാടകയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പോലീസിന്റെ അവകാശം. രൂപ കണ്ടില്ല എന്നുള്ള വേലയെല്ലാം അങ്ങ് കയ്യിലിരിക്കട്ടെ. അതെ, നിങ്ങൾ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ആര് കേട്ടാലും സ്വാമിയുടെ ഭാഗത്താണ് ന്യായം. തന്നോട് ആരെങ്കിലും ചോദിച്ചോ? സ്വാമിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുമെങ്കിൽ അത് ഞണ്ണിക്കോ. ന്യായം പറയാൻ വന്നിരിക്കുന്നു. വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാം. അവൻ പറഞ്ഞത് കേട്ടാ, എന്നോട് ഞണ്ണിക്കോളാൻ. മാഷേ, ഒരു പഴം തിന്നണ. കേരടാ, നിങ്ങൾ ഇത് എങ്ങോട്ടാ പോകുന്നത്? പോലീസ് സ്റ്റേഷനിലേക്ക്. നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിയമപരമായി നോക്കുമ്പോ പോലീസ് സ്റ്റേഷനിൽ പോയതുകൊണ്ട് ഒരു കാര്യമില്ല. മുറിയിൽ മറ്റാരെയും താമസിപ്പിക്കില്ല എന്നുള്ളതിന് നീയും സ്വാമിയും തമ്മിൽ യാതൊരു എഗ്രിമെന്റും ഇല്ലാത്ത സ്ഥിതിക്ക് അയാൾക്കും ഇഷ്ടമുള്ള ആരെയും കൊണ്ടും താമസിപ്പിക്കാം. സ്വാമിയുടെ ഉദ്ദേശം നമ്മളെ ലോഡ്ജിൽ നിന്ന് ഒഴിപ്പിക്കാന്നുള്ളതാണ്. നമ്മൾ അതിനപ്പുറം കാണണം. അവൻ നമ്മളോട് താമസിച്ചോട്ടെ. അല്ല, നമ്മൾ അവനെ മാക്സിമം ശല്യം ചെയ്ത് പുറത്ത് അടിക്കുന്നു. അതായത് പട്ടൻ ഇങ്ങോട്ട് വെച്ച പാരയ്ക്ക് നമ്മൾ അങ്ങോട്ടൊരു പാര വയ്ക്കുന്നു. ഒരു പാരയ്ക്കൊരു മറുപടി. அந்த அயோக்கிய பசங்களை நன்னா ஏமாத்தியாச்சு.
அந்த அனந்து இருக்கே ரொம்ப புத்திசாலி. போலீஸ்ல கம்ப்ளைண்ட் கொடுக்க போனவங்க ஊன மாதிரி திரும்பி வந்துட்டாங்க. இத பாருங்க, இது 2 நாளில எலிய அடிச்சு போடுற மாதிரி எல்லாத்தையும் தூக்கி வெளியில போட்டுருவான். அந்த முரளியும் பிரேமனும் தான் ரொம்ப பொல்லாதனுங்க. அந்த வக்கீல் இருக்கானே தொழா பேசுவான், இருந்தாலும் நல்லவன். கடவுளே, எல்லாம் நல்லபடியா நடந்தா சரி. நீ தைரியமா இருக்கா. அந்த அனந்த ரொம்ப கெட்டிக்காரன். அந்த பசங்க வேலை ஒன்னும் அவங்கிட்ட நடக்காது. നാളെ മുതല് പൊറോട്ട കൊണ്ടുവരുമ്പോ നല്ല ചൂടായിരിക്കണം. വാങ്ങിച്ചപ്പോ നല്ല ചൂടുണ്ടായിരുന്നു. ബീഫ് വാങ്ങിക്കാൻ പോയതുകൊണ്ടാ തണുത്ത് പോയത്. ഒന്ന് പതുക്കെ ചവയ്ക്കണം മിസ്റ്റർ. ബാക്കിയുള്ളവർക്ക് കിടന്ന് ഉറങ്ങണം. മിക്സി ഓൺ ചെയ്തവരെ കര 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 കര. മറ്റുള്ളവർ ആഹാരം കഴിക്കുമ്പോ വായി നോക്കി ഇരിക്കാൻ പാടില്ല. വക്കീലായിട്ട് ഇതൊന്നും പഠിച്ചിട്ടില്ല അല്ലേ? ദോഷം പറയരുത്. നല്ല എരിവ് മതി. ബാക്കി കാര്യമായിട്ടും കഴിച്ചോ. പിന്നെ നാളെ പാല് കൊണ്ടുവരുമ്പോ അല്പം കൂടെ പഞ്ചസാര ഇട്ടുകൊണ്ട് വരണം. എനിക്ക് ഡയബറ്റീസിന്റെ അസുഖമൊന്നുമില്ല. മനസ്സിലായോ? തന്റെ കൂട്ടുകാരൊക്കെ എവിടെ? രാത്രി 10 മണി കഴിഞ്ഞാൽ ഉറങ്ങാനുള്ള സമയമാണ്. തോന്നുന്ന സമയത്തൊക്കെ കയറി വരാൻ ഇത് സത്രമൊന്നുമല്ല. മനസ്സിലായോ? ഒന്ന് അലമ്പുണ്ടാക്കാതെ ഒന്ന് പോയോ. ഞങ്ങള് പോയിട്ട് സാറിന് ഒറ്റയ്ക്ക് നോക്കാനായിരിക്കും അല്ലേ? എന്താടാ സ്വാമിയുടെ മൂത്ത മോക്ക് നിന്നോടൊരു കടാക്ഷം? ഏട്ടത്തി അനിയത്തി എല്ലാം ഒന്നിനൊന്നും മെച്ചം. സാറിനിപ്പോ അതിലേതിനെയാണ് വേണ്ടത്? തന്നെ ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോ? ദേ മര്യാദക്ക് അവിടെ വല്ലയിടത്തും കിടന്നോ, ഇല്ലെങ്കിൽ എടുത്ത് ചവിട്ടി പുറത്തിട്ട് ഞാൻ. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം. നാളെ മുതൽ ഇവിടെ നിന്ന് സ്വാമിയുടെ മക്കളെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഈ ടൂത്ത് പേസ്റ്റും ബ്രഷും ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല. ഭീഷണിപ്പെടുത്തുക? ഒരൊറ്റ അടിക്ക് വട്ടൊടിച്ച് 2 പീസായികളെ ഞാൻ. ആകപ്പാടെ 1.5 ഔൺസും വെച്ച് ഞെളിയുന്ന. ഔൺസ് കൊണ്ടൊന്നും കാര്യമില്ല. രാഗാൻ അരയടി വെള്ളമായാലും മതി. താൻ ആരുവാ? എന്താ തന്റെ ഉദ്ദേശം? ഞാൻ ആരാണെന്നും എന്താ ഉദ്ദേശമെന്നും വഴിയെ മനസ്സിലാക്കി തരാം. അവന്റെ ആ ഇരിപ്പ് കണ്ടില്ലേ? മരത്തിൽ ഓന്തിരിക്കുന്ന പോലെ. കുളിക്കാൻ വേണ്ടി വരുന്ന ഒന്നല്ല, പെണ്ണുങ്ങളെ കുളിക്കാനാണ്. ഈ നായരെന്താ എങ്ങനെ എണ്ണ വെച്ച് കൊടുക്കുന്നത്? എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. നായരൊന്ന് പറഞ്ഞു കൊടുത്തേക്ക. അറിയില്ലേ, അനന്തം കുടിക്ക കളരിയാശാന 18 അടവും പച്ചവെള്ളവാ. ഒരാത്തിന് ചുണ്ട് കർമ്മ മതം പൊട്ടി വരുന്ന ആനയെ വരെ വിരൽ ചൂണ്ടി നിർത്തും. കടത്തനാടൻ കളരിയിൽ അഭ്യാസം പഠിച്ചത്. അയ്യോ ചെന്നില്ലെങ്കിൽ ദേഷ്യപ്പെടും ഞാൻ. പോട്ടെ, ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? എനിക്കറിഞ്ഞു. നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പഠിച്ച അടവുകളൊന്നും ശത്രു സംഹാരത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ടി വരരുതേ കളരി ദൈവങ്ങളെ എന്നാണ് എന്റെ പ്രാർത്ഥന. പക്ഷേ ലക്ഷണം കണ്ടിട്ട് എന്നെ കൊണ്ട് യവന്മാരിത് ചെയ്യിക്കും എന്നാണ് തോന്നുന്നത്. അയ്യോ അരുത്. എന്താ? ചൂണ്ട് മറന്നു. ഓർമ്മിപ്പിച്ചത് നന്നായി. മാമി, മാമി. എന്താ നേരെ? കടയിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടോ? ഹേയ് ഒന്നുമില്ല. കുടികൾക്ക് ഒരു സ്പെഷ്യൽ ഊണ് കൊടുക്കാൻ സ്വാമി പറഞ്ഞു. സ്വല്പം നെയ്യും പരിപ്പും കൂടി ആയിക്കോട്ടെ. അനന്തൻ ഇരിക്കൂ. നായരേട്ടൻ എന്നെ ഗുരുക്കൾ എന്ന് വിളിക്കണ്ട, അനന്താന്ന് വിളിച്ചാ മതി. ഹേയ് അത് പറ്റില്ല. അത്ര നിർബന്ധമാണെന്ന് വെച്ചാ അനന്തൻകുട്ടിന്ന് വിളിച്ചോളാം. അതിന് സ്വല്പം വാത്സല്യം കൂടി ഉണ്ടല്ലോ. അനന്തൻ ഏത് ഗുരുക്കളുടെ കീഴിലാ കളരി പഠിച്ചത്? പയ്യന്നൂർ സുകുമാരൻ ഗുരുക്കളാണ് എന്റെ ആശാൻ. ഓ, എന്നാ ഞാൻ ഊണെടുക്കട്ടെ. ഞാൻ കടയിലിട്ട് പോണം മാമി. ശരിടാ. പച്ചക്കറി കൊണ്ട് തൃപ്തിപ്പെട്ടോളൂ. വൈകിട്ട് വരുമ്പോ നല്ല മീൻ ഇറച്ചി നല്ല വാറ്റ് ഞാൻ കൊണ്ടുവരാം. അമ്മമാർ 2 എണ്ണം കുടിക്കാൻ നല്ല സ്പീഡായിരിക്കും. വരട്ടെ.
ഇങ്ങോട്ടിരിക്കാം. മതി മതി. ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം നല്ലവണ്ണം കഴിക്കണം. രാത്രി ഇച്ചിരി കുറഞ്ഞാലും സാരമില്ല. കഴിക്കൂ കഴിക്കൂ. രാവിലെയും വൈകുന്നേരവും നല്ല അഭ്യാസമൊക്കെ ചെയ്യേണ്ടതല്ലേ. പിന്നെ ഗുരുക്കളെ, ഹോട്ടലിൽ പൊളിച്ചു പണിയണമെന്ന് വളരെ നാളായിട്ട് ആഗ്രഹിക്കുക. അതെങ്ങനെ അവരവിടുന്ന് മാറിയിട്ട് വേണ്ടേ? ഗായത്രിക്കും സാവിത്രിക്കും അവര് വലിയ ശല്യായിട്ട് തീർന്നിരിക്കുക. പിന്നെ ഗുരുക്കൾക്ക് ഈ കമ്പ് ചെണ്ടെല്ലാം തെരിയുമില്ല. അയ്യോ, കമ്പിന്റെയും വടിയുടെ ഒന്നും ആവശ്യമില്ല മാമി. എനിക്ക് ഈ ചൂണ്ട് വിരൽ മാത്രം മതി. ഈ വിരല? ആ, ഈ ചൂണ്ട് വിരൽ മർമ്മം നോക്കി അവന്മാരുടെ നേരെ ചൂണ്ടിയാ മതി. അവന്മാര് നിന്നിടത്ത് നനങ്ങില്ല. നിജമൊന്നും ഞാൻ പറയില്ല മാമി, സത്യം മാത്രമേ പറയൂ. ഞാൻ എന്തെങ്കിലും തമാശ പറയുന്നത് സാവിത്രിയോടുള്ള ഇഷ്ടം കൊണ്ടാ. അതൊക്കെ വീട്ടിൽ ചെന്ന് പറയുന്നത് തെറ്റല്ലേ? പിന്നെ കളരിക്കാരനല്ല കാരാട്ടക്കാരനാണെങ്കിലും എനിക്ക് പേടിയില്ല. ഞാൻ എന്താഗ്രഹിച്ചാലും അത് ഞാൻ നേടിയിരിക്കും. ആ സ്വഭാവം തടി കേടാക്കുമല്ലോ പ്രേമചന്ദ്ര. വേണ്ട, വിട്ടേക്ക്. സാവിത്രിക്കൂട്ട് പൊക്കോളൂ. ഏത് പട്ടിക്കും എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം. പക്ഷെ അതൊക്കെ നടക്കണമെന്ന് വാശി പിടിക്കുന്നത് അത്ര നല്ലതല്ല. താനാരാ ഇതൊക്കെ ചോദിക്കാൻ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ഈ വിരല് കണ്ടോ? ഈ വിരല് നിന്റെ നേരെ ചൂണ്ടിയാ മതി. പിന്നെ നിന്നിടത്ത് നിന്ന് നീ ഇറങ്ങണമെങ്കിൽ ഞാൻ പറയണം. മനസ്സിലായോ? എന്താ പ്രശ്നം? കൂട്ടുകാരനെ എത്തിയല്ലോ. നീ വേറൊരുത്തും കൂടെ ഉണ്ടല്ലോ, അവനെ കൂടെ വിളിക്ക്. എന്തിനാ? എല്ലായിടത്തും കൂടെ പറഞ്ഞേക്കാം. ഞാൻ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ. സ്വാമിയുടെ ലോഡ്ജിൽ നിന്നും വേഗം സ്ഥലം കാര്യാക്കുന്നതാണ് നല്ലത്. വെറുതെ എന്റെ കൈമലക്കെടുത്തിടും. സൗകര്യമില്ലെങ്കിൽ എന്താണ് ഗുരുക്കൾ ചെയ്യാൻ പോകുന്നത്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാ പഠിച്ചല്ലേ, അതുകൊണ്ടാണ് എന്റെ തച്ചോളി തറവാട്ടിനെ കുറിച്ച് വിവരമില്ലാത്തത്. ഉദയനന്റെ സിരകളിൽ ഒഴുകിയിരുന്ന അതേ രക്തമാണ് എന്റെ സിരകളിലും ഒഴുകുന്നത്. ഞങ്ങൾക്ക് അംഗം ജയിച്ച ചരിത്രമേ ഉള്ളൂ. വങ്ക പണ്ട് ആനപ്പുറത്തിരുന്നു വെച്ച് ഇപ്പൊ തപ്പി നോക്കിയാ തഴമ്പ് കാണില്ലടോ പുങ്ക. തന്റെ കളരിയും കയ്യാങ്കളിയും ഒക്കെ അങ്ങ് കൈ വെച്ചാ മതി. നാടൻ അടിയുടെ ചൂടറിഞ്ഞിട്ടില്ല അല്ലേ? അതിന്റെ കുഴപ്പമാ. ആ തച്ചോളി തറവാടിന് പേരുദോഷം ഉണ്ടാക്കാതെ മലബാറിലേക്ക് വലിയ നോക്ക് ഗുരുക്കളെ. മലബാറിലേക്ക് പോണോ തിരുവിതാംകൂറിലേക്ക് പോണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഏതായാലും നിന്നെയൊക്കെ ഒതുക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. ഇപ്പൊ ഈ കളരി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത് നമ്മളൊന്ന് വരട്ടാനാണ്. ഇവന്റെ ഈ അഭ്യാസങ്ങളൊക്കെ കണ്ട് നമ്മൾ ഉടനെ പേടിച്ചിറങ്ങി പോകുന്നാണ് ഈ മണൂക്കം പട്ടര വിചാരിച്ചിരിക്കുന്നത്. എടാ, അവന് ചൂണ്ടുപർമ്മൊക്കെ അറിയാവുന്ന പറയുന്നത്. അവനാ വിരലെടുത്തൊന്ന് നീട്ടിയാലേ നമ്മൾ സ്റ്റാച്ചു ആയി പോവും. അങ്ങനെ മർമ്മൊന്നും ഇല്ലടാ, അതൊക്കെ വെറുതെ പറയുന്നതാ. അവന്റെ ആരോഗ്യം കണ്ടില്ലേ? നമ്മൾ ശരിക്കും ഒന്ന് തുമ്മിയ ആ കർക്കിടക്കുരി താഴെ വീഴും. കഴിയുന്നതും അവനോട് കൂടുതലൊന്നും ഉടക്കാൻ നിൽക്കണ്ട. ഈ കളരിയും മർമ്മവും പഠിച്ചവരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. എനിക്കിപ്പോ അതല്ല സംശയം. ആ കളരിക്ക് സ്വാമിയുടെ പെമ്മക്കളുമായിട്ട് വല്ല ലൈനുണ്ടോ? ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല. പെമ്പിള്ളാരല്ലടാ. തച്ചോളി ഉദയം നിന്നും വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്നൊക്കെ പറഞ്ഞാല് ഏത് പെണ്ണും വീണുപോകും. ഏതായാലും ഇനി അവനെ വെച്ചോണ്ടിരിക്കുന്ന പ്രശ്നമില്ല. എത്രയും വേഗം അവൻ അവിടെ നിന്ന് പുറത്തു ചാടിക്കണം. അവനെ പുറത്ത് കടിക്കാൻ ഒരു വഴി എന്താ? നമുക്കൊരു കരാട്ടെ ക്ലാസ് ചേരാം. പോടാ അവിടെ. അതല്ലാതെ വേറെ മാർഗം ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പഴഞ്ചൻ കട്ടില് ഹൈറ്റുമില്ല. സ്വാമിക്ക് ഏതോ അമ്പലത്തിലെ ഉത്സവത്തിന് ചീപ്പായിട്ട് കിട്ടിയതാ ഈ കട്ടില്. കുഴപ്പമില്ല. താനെന്ത് വൃത്തിയാണ് കാണിച്ചത്? ഞാനൊന്നും കാണിച്ചില്ലല്ലോ. ഒന്ന് ഉറങ്ങാമെന്ന് കരുതി. ഓഹോ, ഉറങ്ങുന്നത് എന്റെ ലാ ബുക്സിന്റെ പുറത്ത് കട്ടിലെടുത്ത് വെച്ചിട്ടാണോ? അതെ, കട്ടിലിന് തീരെ ഉയരം കുറവ്, അതുകൊണ്ട് എടുത്ത് വെച്ചതാ. ഇപ്പൊ കറക്റ്റായി. 4 പുസ്തകത്തിന് ഒരേ ഹൈറ്റ് ആയത് വളരെ ഭാഗ്യായി. താനെന്താ കളിക്കണോ? ഒരൊറ്റ അടി വെച്ചെന്നാണ്. ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കും, പക്ഷെ എന്റെ ബുക്കേ തൊട്ട് കളിച്ചാണ്ടല്ലോ. താൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ വക്കീലായത്? പിന്നെ എന്തിനാ കോപ്പി അടിക്കാനോ? നല്ല വെയിറ്റാ. വല്ല കടലാസ് കച്ചവടക്കാർക്കും കൊടുത്താൽ നല്ല വില കിട്ടും. ആ വില ഞാൻ തന്നാ പോരെ? നിങ്ങളോട് അധികം സംസാരിച്ചിട്ട് കാര്യമില്ല. തന്നെ ഇവിടെ കറ്റി കടത്തി ആ പരട്ട പട്ട ഞാൻ ഒന്ന് കാണട്ടെ. അമ്മി, പത്രമൊക്കെ പിന്നെ വായിക്കാം. ഇനി വന്നേ.
എന്താ കാര്യം? ഇനി വന്ന ഒരു കാര്യം പറയട്ടെ സ്വാമി. എനിക്കിപ്പോൾ സമയമില്ലല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. സ്വാമി ധൈര്യമായിട്ട് പറഞ്ഞോളൂ. സ്വാമി, മറ്റുള്ളവരെ പോലെ അല്ല ഞാൻ. അങ്ങേയറ്റം മാന്യമായിട്ടാണ് സ്വാമിയുടെ പെരുമാറിയിട്ടുള്ളത്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. താനൊരു മാന്യനായിരുന്നെങ്കിൽ എന്റെ അനുവാദം കൂടാതെ ഇവിടെ വന്ന് താമസിക്കുമായിരുന്നില്ലല്ലോ. നിയമം ഒന്നും സ്വാമി എന്നെ പഠിപ്പിക്കണ്ട. ആ കളരിക്കാരനെ കണ്ടിട്ട് സ്വാമി കിടന്ന ആളായിരുന്നു. സാറേ ഒന്ന് പതുക്കെ പറ. ആ കുടിക്കളങ്ങനെ കേട്ടാ പിന്നെ പ്രശ്നമാവും. കേൾക്കട്ടെ, കാശ് കൊടുത്താൽ ഞങ്ങൾക്ക് ആളെ കിട്ടും. മാർക്കറ്റിലെ റൗഡികളെ കൊണ്ടുവന്ന് കളരിക്കിട്ട് 2 കൊടുത്താലുണ്ടല്ലോ, പിന്നെ ആക്രിക്കട പോലും എടുക്കത്തില്ല. പേടിപ്പിക്കുന്നു. സ്വാമി, വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇത്ര ബുദ്ധിമുട്ടി എന്തിനിവിടെ കഴിയുന്നു? ഇറങ്ങിപ്പോണം. മറ്റുള്ള പഴയ കുളി പോലെയല്ല, പെരിയാറ്റിലെ കുളി. ദിവസം ഇവിടെ നിന്ന് കുളിച്ചാൽ നല്ല ആരോഗ്യമായിരിക്കും. അത് അപ്പുണ്ണി മാഷിന്റെ ശരീരം കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോഴല്ലേ ഇങ്ങനെ ആയത്? അപ്പോ മുമ്പ് ഇതിനേക്കാളും മോശമായിരുന്നോ? അങ്ങനെയല്ല, ഇപ്പൊ ഉടഞ്ഞു പോയതല്ലേ. പണ്ട് എങ്ങനെ ഇരുന്ന ശരീരമാണെന്ന് അറിയാവോ? ആ സാവിത്രി കുട്ടി വരൂ വരൂ. ഇനി മുതൽ സാവിത്രി കുട്ടിക്ക് ഈ മണപ്പുറത്തുള്ള ഏത് കടവിലും ധൈര്യമായിട്ട് വന്ന് കുളിക്കാം. ഒരുത്തനും വന്ന് ശല്യം ചെയ്യില്ല. ചില്ലറക്കാരനെയാണോ അപ്പുണ്ണിമാഷ് പോയി കൊണ്ടുവന്നിരിക്കുന്നത്? കണ്ടില്ലേ ആ ശരീര ഒഴിവ്? മെയ്വഴക്കമാണെങ്കിൽ പറയേ വേണ്ട. എത്ര പേര് വന്നാലും തലങ്ങും വിലങ്ങും നടിച്ച് താഴ്ത്തിടും. കളരിക്കാർക്കല്ലാതെ ഇത് വേറെ ആർക്കെങ്കിലും പറ്റുമോ? പോരാത്തതിന് തച്ചോളി ഓതന്റെ കുടുംബത്തിലെ ഒടുക്കത്തെ കണ്ണി ഇത് പോയാൽ കഴിഞ്ഞു. അയ്യോ എന്റെ കണ്ണിയറ്റ്. കുട്ടി പോയി കുളിച്ചോളൂ. വ്യായാമം ചെയ്ത് കുളി കഴിയുന്നവരെ അനന്തം കുരുക്കൾ ആരോടും അധികം സംസാരിക്കാറില്ല. അത് പോയിക്കോളൂ പോയിക്കോളൂ. അതെ അനന്തൻകുട്ടി, എനിക്കും കളരി അഭ്യസിച്ചാൽ കൊള്ളാന്നൊരു ചെറിയ മോഹമുണ്ട്. ഈ പ്രായത്തിൽ കളരി പഠിക്കാൻ ബുദ്ധിമുട്ടാണ് മാഷേ. കൈകാലുകൾക്കൊക്കെ നല്ല ബലം വേണം. അതൊന്നും സാരമില്ലെന്നേ. 1-2 മുറകൾ എനിക്ക് കാണിച്ചതാ. ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ. എങ്കിൽ ചെയ്യാമോ? സൂര്യ നമസ്കാരമാവാം അല്ലേ? ആവാം. റെഡി, നോക്കിക്കോ. സ്വാമി എന്ത് പറ്റി മാഷേ? മാഷേ എന്ത് പറ്റി മാഷേ? അതെ, ഇത് കുറച്ച് എളുപ്പമുള്ളതാ. ഇത് ഞാൻ വീട്ടിൽ പോയി ചെയ്തതാ. ഇച്ചിരി കൂടി ബുദ്ധിമുട്ടുള്ളൂ പറഞ്ഞാ. അത് ശരി. എന്നാൽ ശയന പ്രദർശനാവാം. കിടന്നോളൂ. കിടന്നോളൂ. അനുഗ്രഹമൊക്കെ ഉണ്ട്. മതി മതി മതി, കിടന്നോളൂ. അയ്യപ്പ ശരണം. മലർന്ന് കണ്ണെടുത്തോളൂ. വലത്തോട്ടുള്ളൂ. വലത്തോട്ട്. സ്പീഡില് സ്പീഡില് സ്പീഡില്. എന്നിട്ട് എത്രയാ വെച്ചിരിക്കുന്നത്? കൂടുതലാണെങ്കിൽ എടുത്തോളാം. ഏതായാലും സാവിത്രിക്കുട്ടി വിളമ്പിയതല്ലേ, കഴിച്ചോളാം. ചട്നി ഒഴിക്കും. മതി. മാമിയില്ലേ? ഉണ്ട്. കടയിലേക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. തച്ചോളി ഒതേനൻ അനന്തുവിന്റെ ആരാ? അത് എന്റെ ഒരു വല്യമ്മാവനായിട്ട് വരും. അതായത് എന്റെ മുത്തശ്ശിയുടെ ചേച്ചിയുടെ മകൻ. അല്ല, മുത്തശ്ശിയുടെ ചേച്ചിയുടെ അമ്മയുടെ മകൻ. പുള്ളിക്കാരൻ ഉപയോഗിച്ചിരുന്ന വാളും പരിചയും തോക്കും കത്തിയും വടിയും ഒക്കെ വീട്ടിലുണ്ട്. അതൊക്കെ ഉപയോഗിച്ചാ ഞാൻ കളരി പഠിച്ചത്. ഒതേന്റെ അമ്മാവനെ അനന്ത് കണ്ടിട്ടുണ്ടോ? പിന്നല്ലേ, അടുത്ത കാലത്ത് ടി വിയിലുണ്ടായിരുന്നല്ലോ. ടി വിയിലോ? അമ്മാവനെ കുറിച്ചുള്ള സിനിമ തച്ചോളി ഒതേനൻ സത്യനൊക്കെ അഭിനയിച്ച അഞ്ജന കണ്ണെഴുതി എന്നുള്ള പാട്ടുള്ള കണ്ടില്ലേ? അതാണോ? നല്ല ഐശ്വര്യമുള്ള മുഖം. ഞങ്ങളുടെ തറവാട്ടില് എനിക്ക് മാത്രമേ ഒതേൻ അമ്മാവന്റെ മുഖം കിട്ടിയിട്ടുള്ളൂ എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. അത് ഒരു പരിധിവരെ ശരിയാണ്. അനന്ത് വന്നത് നന്നായി.
ഇപ്പൊ ഒരു പെമ്പിള്ളേര് ശല്യമൊന്നും ചെയ്യാറില്ല. ഞാൻ അവന്മാരെ ശരിക്കും വിരട്ടി നിർത്തിയിരിക്കല്ലേ. ഇപ്പോ താമസം മാറ്റാൻ വേറെ വീട് അന്വേഷിക്കുന്നതായിട്ടാണ് അറിവ്. ഒരു ഇഡ്ഡലിയും കൂടെ കഴിക്കൂ. അയ്യോ വേണ്ട, പതിവില്ലാതെ എനിക്ക് ഇഡ്ഡലിയുടെ കണക്ക് തെറ്റി. പറ്റേ മമ്മി. എന്താ? ഞാൻ എന്റെ കൂടെ എടുക്കാൻ മറന്നുപോയി. ഞാൻ പോയി എടുത്തോണ്ട് വരാം. നിങ്ങൾ പൊയ്ക്കോളൂ. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. വേണ്ട, നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ അങ്ങോട്ട് വന്നേക്കാം. മുരളീട്ടാ, ഇങ്ങോട്ട് വരുന്ന ആരാ പറഞ്ഞു? എന്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. മുരളീനെ കണ്ടപ്പോ അവരെ അവരുടെ ഞാൻ എന്ത് പാടുവിട്ടെന്നറിയാമോ? കവലപ്പെടാതമ്മ, ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? ഇപ്പൊ ഇവിടെ വരെ എന്താ കാര്യം? അവനുണ്ടല്ലോ, ആ തച്ചോളിയോദയനന്റെ വീട്ടിലെ അലക്കുകാരിയുടെ മോൻ. സ്വാമിക്ക് 2 പെൺപിള്ളേരുണ്ടെന്ന് വെച്ച് ഞങ്ങൾക്കാർക്കും അനങ്ങാൻ പാടില്ലെന്നാ. ഇനി അവൻ എന്തെങ്കിലും പറഞ്ഞു വന്നാ ഒന്നവൻ എന്റെ കൈ മേടിക്കും. അനന്തുവിനോടൊന്നും ചെന്നേറി വഴക്കിന് പോലെ ചൂണ്ടുമർമ്മ അറിയാവുന്ന ആളാ. അയാള് വിരലി ചൂണ്ടി മുരളേട്ടനെ എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് കാണണമെങ്കിൽ അയാളോട് പോയി പറയേണ്ടി വരും. അവന്റെ ചൂണ്ടുമർമ്മം അവൻ ചൂണ്ടാനെങ്കിൽ വരട്ടെ. അവൻ ചൂണ്ടുന്നതിന് മുമ്പ് അവന്റെ ലെക്ചേഴ്സിന് ഞാൻ പോകുന്നു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. കാസറ്റ് കൊണ്ടുള്ള നമ്മുടെ ഈ കളി അപകടമാണ്. അപ്പാക്കും മാമിക്കും തിരിഞ്ഞു പോച്ചാ എൻ ഉയരേ പോയിടും. സോറി. അപ്പാടെയും മാമിയുടെയും കാര്യം ഓർത്തപ്പോ പെട്ടെന്ന് തമിഴ് വന്നു പോയതാണ്. സാവിത്രിക്കുട്ടിക്ക് സംശയം തോന്നാതിരിക്കാൻ മുരളിയേട്ടൻ അവിടെ നോക്കി നിൽക്കുമ്പോൾ ഒരു 100 വട്ടം വായി നോക്കിയെന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്നും തോന്നരുത്. ഞാൻ കടയിലേക്ക് വരുമ്പോൾ മുരളിയേട്ടനെ കാണാതിരുന്നാലാണ് എനിക്ക് വിഷമം. മുരളിയേട്ടനെയൊക്കെ ലോഡ്ജിൽ നിന്ന് ഒഴിപ്പിക്കാനാണ് കടത്തനാട്ടിൽ നിന്ന് കളരിക്കാരനടുത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് അയാളെ കണ്ടിട്ട് കളരിക്കാരനായിട്ടൊന്നും തോന്നുന്നില്ല. അമ്പലത്തിലെ ചെണ്ടക്കാരൻ മഹാരാജെ പോലെ ഇരിക്കുന്നു. അയാളെ അവിടുന്ന് എത്രയും പെട്ടെന്ന് കുട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് സാവിത്രിക്കുട്ടി അറിയിക്കാനുണ്ടായിരുന്നു. അത് കേട്ട് കുട്ടി ഞെട്ടുകയില്ല എന്നെനിക്ക് വാക്ക് തരണം. തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ വാക്ക് തന്നാൽ മാത്രമേ ഞാനത് പറയൂ. സമ്മതിച്ചു. പറഞ്ഞോളൂ. അത് ഈ ശക്തിയുള്ളവർക്ക് അധികം ബുദ്ധി ഉണ്ടാവില്ലെന്നുള്ളത് പഴഞ്ചൻ പ്രമാണമാണ്. ഇതാണ് കാര്യം. ഇതിലെന്താ ഞെട്ടാനുള്ളത്? അയ്യോ, അതെ അതെ, ഞെട്ടാനുള്ള കാര്യമായില്ല. ഞാൻ പറഞ്ഞത് ആമുഖം മാത്രമാണ്. അതെ, എന്റെ ബദ്ധ ശത്രുവിനെ എന്റെ സഹോദരനായി സ്വീകരിക്കേണ്ടി വരുമോ എന്ന ഭയമാണ് എനിക്ക്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മുഴുവൻ കാര്യങ്ങൾ എനിക്കും മനസ്സിലായിട്ടില്ല. എന്നാലും മനസ്സിലായിടത്തോളം വെച്ച് നോക്കുമ്പോ ഉന്നക്ക ഗായത്രിയും അന്ത അയോഗ്യ റാസ്കൽ മുരളിയും തമ്മിൽ കാതൽ, പ്രേമം. അനന്തു, അനാവശ്യം പറയരുത്. അയാളെ കാണുന്നത് പോലും അക്കായ്ക്ക് വലിയ ദേഷ്യമാ. അതാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി. കാസറ്റ് ഉൾപ്പെടെയുള്ള പല തെളിവുകളും എന്റെ കൈവശമുണ്ട്. എല്ലാ വിവരങ്ങളും ഞാൻ ഇന്ന് തന്നെ സ്വാമിയോട് പറയും. അതോടെ അവന്റെ പ്രേമം ഡിം. അയ്യോ, അപ്പക്കിട്ട് പറഞ്ഞാ പിന്നെ നമുക്കത് പ്രശ്നമാകും. എന്ന് പറഞ്ഞാലൊന്നും ഒരു നിത്യബ്രഹ്മചാരി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്. നീലിഭൃങ്ങാതിയാണ് ഏറ്റവും ഉത്തമം. പിന്നെ നല്ല കയ്യോന്നിയിട്ട് കാച്ചിക്കുറിക്ക് എണ്ണയും കൊള്ളാം. ഏതായാലും 2 നേരമുള്ള ഈ കുളി കുട്ടി വർജിക്കണം. പൊക്കോളൂ പൊക്കോളൂ.
അന്തിപ്പിച്ചയ്ക്ക് വന്നവൻ അമ്മയ്ക്ക് നാരായെന്ന് പറഞ്ഞ കൂട്ടത്തിലായല്ലോ കാര്യങ്ങളൊക്കെ. എന്താ മാഷിന്റെ വീട്ടിൽ അങ്ങനെ വല്ലതും സംഭവിച്ചോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കൊമ്പനാനയെ കോണാൻ ഉടുപ്പിക്കരുത്. കൊമ്പനാനയെന്നല്ല, കഴിയുമെങ്കിൽ ഒരാനയും കോണാൻ ഒടിപ്പിക്കാൻ പാടില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കളരി അഭ്യാസങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അനന്തൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റഭ്യാസങ്ങളൊന്നും വേണ്ട. ഏൽപ്പിച്ച കാര്യം ഭംഗിയായി ചെയ്തിട്ട് കിട്ടുന്ന കാശും പോക്കറ്റിൽ വേഗം സ്ഥലം വിട്. അയ്യോ, മാഷ് പരസ്പര ബന്ധമില്ല സംസാരിക്കുന്നുണ്ടല്ലോ, നോക്കട്ടെ. അല്പം വ്യായാമത്തിന്റെ കുറവുണ്ട്. ഭക്ഷണത്തിൽ നെല്ലിക്കയുടെ അംശം കൂട്ടണം. എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. സത്യം അതാണെങ്കിലും അത് തുറന്നു പറഞ്ഞ് മാഷിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അത് ശരി. കളരി ഈയിടെയായിട്ട് ദിവസം അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ. എന്റെ ബലമായ സംശയം ആ പട്ടറുടെ 2 മക്കളിൽ ഒരെണ്ണം അവന്റെ വല വീണിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അത്ര എളുപ്പത്തിലൊന്നും ആ പെൺകുട്ടികൾ വല വീഴില്ല. നിനക്കങ്ങനെ അറിയാം? എനിക്കറിയാം. എന്ത് പറഞ്ഞാലും ശരി, എനിക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല. നമുക്ക് അവനെ വാച്ച് ചെയ്യാം. വേറെ ജോലിയില്ലേ നിനക്ക്? ഇങ്ങോട്ട് എഴുതിട്ടുണ്ട്. ഇവനെന്തോ പോണോ? എഴുതി മാറ്റട്ടെ. ചേടാ, മണ്ണും ചരിയുന്നോ പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. കളരിപ്പയറ്റ് കാണിച്ച് അവൻ അവളുടെ കരളിക്കാര് പറ്റി. സാവിത്രി കുട്ടിക്ക് എങ്ങനെ അബദ്ധം പറ്റി? അപ്പൊ ഇന്നത്തെ കാലത്ത് പേഴ്സണാലിറ്റിക്കൊന്നും ഒരു വിലയില്ലേ? എല്ലാ ദിവസവും ഇവിടെ വെച്ച് നമ്മളെ കാണുമ്പോൾ ആളുകൾ സംശയിക്കില്ലേ? എന്നാൽ നാളെ മുതൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് മീറ്റ് ചെയ്യാം. വേണ്ട, ഇവിടെ വെച്ച് തന്നെ ആയിക്കോട്ടെടാ അമ്പലപ്രേമി. ഇപ്പൊ മനസ്സിലായി താൻ ആരാണെന്നും തന്റെ ഉദ്ദേശം എന്താണെന്നും. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? വലിയ സന്മാർഗ സദാചാരവാദി. ഇനി താൻ ഞങ്ങളെ ലോഡ്ജിൽ നിന്ന് ഇറക്കുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ. ഞാൻ ഈ വിവരം സ്വാമിയോട് ഇപ്പൊ തന്നെ പറയുന്നുണ്ട്. പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോകാൻ നോക്ക്. ഞാൻ പോവാം, പക്ഷെ അതിനു മുമ്പ് ചിലരുടെ കാസറ്റ് പ്രേമം കൂടി സ്വാമിയെ അറിയിച്ചിട്ടേ ഞാൻ പോവും. എന്ത് കാസറ്റ്? എന്ത് പ്രേമം? കാസറ്റ് കൊണ്ടുള്ള നമ്മുടെ ഈ പ്രേമം അപകടമാണ്. അപ്പാക്കും മാമിക്കും ഏതാവത് തെരിഞ്ചാ എന്നുയിരേ പോയിടും. ഇപ്പോ കാസറ്റുകള് കോടതിയിൽ വരെ തെളിവായി സ്വീകരിക്കുന്നുണ്ട് അല്ലേ വക്കീലെ? കാസറ്റിന്റെ കോപ്പികൾ എന്റെ കൈവശമുണ്ട്. മനസ്സിലായില്ല അല്ലേ? നിങ്ങളുടെ സുഹൃത്ത് ഈ പൂച്ച കണ്ണടച്ച് രഹസ്യമായി പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽസ് ആശാൻ തന്നെ നേരിട്ട് പറഞ്ഞു തരും. പിന്നെ സ്വാമിയെ കാണേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാ പറഞ്ഞാ മതി. നമുക്ക് രണ്ടുപേർ കൂടെ ജോഡിയായിട്ട് പോവാം. എടാ ദുഷ്ട. സോറി ബ്രദേഴ്സ്, കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ ലീക്ക് ആവൂന്ന് പേടിച്ചിട്ടാ. സ്വാമിയുടെ വീക്ക് കിട്ടും പറയും. അതെ, ഇനി ആ കളരി ഇവിടെ നടന്നത് മുഴുവൻ ആ സ്വാമിയുടെ അടുത്ത് എന്ന് പറഞ്ഞ് ചളമാക്കുമെന്ന. ഞാൻ ആകെ നെർവസ് ആണ്. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? നീ വലിയ അഡ്വക്കേറ്റ് അല്ലേ, എന്നെ എന്തെങ്കിലും ഒന്ന് ഉപദേശിക്കടാ. ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കുമോ? അനുസരിപ്പിക്കുന്ന നേരം ഞാൻ ഏറ്റു. നീ പറ. ഇത് നിന്റെ പ്രസ്റ്റീജിന്റെ കാര്യമാണ്. അതെ. അനന്തന്റെ മുന്നിൽ നീ തോൽക്കാൻ പാടില്ല. ഇല്ല. അതുകൊണ്ട് നീ അവന്റെ കാല് പിടിക്കണം. അതെ, അത് മാത്രമേ വഴിയുള്ളൂ. അങ്ങനെ അവനെ കയ്യിലെടുത്ത് പരസ്പരം സഹായിച്ച് നിങ്ങളുടെ പ്രേമങ്ങൾ ഇങ്ങനെ പോവണി. അത് കണ്ട് നീ ഇങ്ങനെ വായിൽ വെള്ളം ഇറക്കി ബ്ലാ 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 എന്ന് നടന്നോ. ഇതിപ്പോ നിങ്ങൾ ബന്ധുക്കളായി. കോബ്രദേശ് രണ്ടുപേരും കൂടി ചേർന്ന് എന്നെയും പ്രേമനെ ഇവിടുന്ന് ഇറക്കി വിടുമോന്നാ എന്റെ പേടി. ഏയ്, അങ്ങനെ തലമറന്ന് എണ്ണ തേക്കുന്നവരൊന്നും അല്ല ഞങ്ങള്. അല്ലേ അനന്താ? ഞാൻ തലയിൽ എണ്ണയെ തേക്കാറില്ല. അതാണ് തുടക്കത്തിൽ ഞങ്ങളോട് ചൂടായിട്ട് പെരുമാറിയത് അല്ലേ? ഇനി നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം അല്ലേ? പിന്നെ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജിന് സാക്ഷികളായി കണ്ടുവച്ചിരിക്കുന്നത് ജോസിനെയും പ്രേമനെയും ഒക്കെയാണ്. അത് നന്നായിരിക്കുന്നു. സ്വാമി പോയോ? കണ്ണാടിക്കൂട്ടിലെ പലഹാരങ്ങൾ തീർന്നിട്ടില്ല. ഉണ്ടാക്കി വെച്ച പലഹാരങ്ങൾ തീരാതെ സ്വാമി വീട്ടിൽ പോകുന്ന ചരിത്രം ഇല്ലല്ലോ. ശരി, ആദ്യം നമുക്ക് ഓരോന്ന് വീശാം. പാലെത്ര? രാവിലെ 3 ലിറ്റർ, വൈകിട്ട് 2 ലിറ്റർ. 5 ലിറ്ററോ? വേണ 3 ലിറ്ററിന്റെ കാശ് ഇപ്പൊ വാങ്ങിച്ചോ, ബാക്കി നാളെ തരാം. നാളേതി നീളേതി ഞങ്ങൾ റേഷൻ വാങ്ങിച്ചോട്ടെ സ്വാമി. റേഷനോ പട്ടയോ എന്ത് വേണമെങ്കിലും വാങ്ങിക്കേ. പട്ട. പാലിനെ കണ്ടമാനം കാശാവുന്നുണ്ടല്ലോ, കുറയ്ക്കാൻ എന്താ ഒരു മാർഗം? സ്വാമിയുടെ രാവിലെ വൈകിട്ടുള്ള പാലുടി നിർത്തണം. ശരി, ഇതാ ഇന്നു മുതൽ പാൽ കൂടി നിർത്തിയിരിക്കുന്നു. നിർത്തിയല്ലോ? നിർത്തി. ഓക്കെ. നീ ആ നാരായണന്റെ കട അടക്കുന്നതിന് മുമ്പ് 3-4 സോഡയും വാങ്ങിച്ചേ.
என்னடா மாடியில ஒரு கும்பமேளம். நம்ம அனந்தம் இல்லையா அங்கே? ഉണ്ടല്ലോ, ഞാനല്ലേ ഇപ്പൊ പൊറോട്ട ഇറച്ചിയെല്ലാം വാങ്ങിച്ചു കൊടുത്തത്. എന്താ ബഹളം? നമ്മൾ തമ്മിൽ ഇത്രയും അടുത്ത സ്ഥിതിക്ക് ഞാനൊരു രഹസ്യം പറയട്ടെ. രഹസ്യം സ്വാമി അറിയരുത്. എനിക്ക് കളരി അറിയില്ല, ഞാൻ കളരി ആശാനുമല്ല. യെസ്, കളരിപ്പയറ്റ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്കൊരു ചുക്കും അറിയില്ല. എന്റെ ചേട്ടനാ യഥാർത്ഥ കളരി ആശാൻ അനന്തൻ. ഞാൻ അപ്പുക്കുട്ടനാ, വെറും അപ്പാവി അപ്പുക്കുട്ടൻ. ചേട്ടൻ വീട് നോക്കാതെ നാടോടിയായിട്ട് നടത്താം. സുഖമില്ലാതെ കിടക്കുന്ന അമ്മ, കല്യാണപ്രായമെത്തിയ 2 സഹോദരിമാര്. വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം ആരുടെങ്കിലും തല്ലുകൊണ്ടാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് കളരി ആശാൻ അനന്തനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. നിവൃത്തിയുടെ കൊണ്ട. ആരോ വരുന്നുണ്ട്. അനന്തപുരികളെ സ്വാമി വിളിക്കുന്നു. ഞാനിതാ ഇപ്പൊ വരാന്ന് പറയൂ. ശരി, ചെല്ല്, പോയിക്കോ. സ്വാമിക്ക് സംശയം വല്ലതും തോന്നിയിട്ടുണ്ടാവും. സാരമില്ല, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. യു ഡോണ്ട് വറി. സ്വാമി, എന്താ വിളിച്ചത്? എന്താണെന്താ? നീയും അവരുടെ കൂടെ കൂടിയോ? സ്വാമി, ഇതൊക്കെ എന്റെ ഒരു നമ്പരല്ലേ? മനസ്സിലായില്ല. ഈ തൂക്കിക്കൊല്ലാൻ പോകുന്നതിന് മുമ്പ് കൊലക്കേസ് പ്രതികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ആഹാരം വാങ്ങിച്ചു കൊടുക്കാറില്ലേ? ഏതായാലും അടുത്ത ആഴ്ച ഞാൻ അവന്മാരെ അടിച്ച് സൂപ്പാക്കി പദം വരുത്തി ഇവിടുന്ന് ഇറക്കി വിടാൻ പോവുകയാണ്. അതിന്റെ പാപം എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്തതാ. ഓ, ഇത് അവന്മാരെ അവസാനത്തെ അത്താഴമാണല്ലേ? ആ, അന്ത്യനാളുകളിലെ അത്താഴങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. അച്യുതം കേശവം വിഷ്ണു ഹരിം സത്യം ജനാർദ്ദനം அனந்து இருக்கானே, ஆமா, அவனுக்கு என்ன? அவனுக்கு ஒண்ணும் இல்லடா. அவனுக்கு இனிமே சாப்பாடு அந்த ஹோட்டல்லயே கொடுத்தா போறோம். நீ சாப்பிட்டான? அவன் இங்க சாப்பிட வந்தா நம்ம சாவித்திரிக்கிட்ட சும்மா தொண பேசிக்கிட்டே இருக்கான். சாப்பிட்டு முடிஞ்சா எழுந்து போக வேண்டியதானே, போக மாட்டேங்கிறான். நான் இதை ஏன் சொல்றேன்னா, நம்ம பக்கத்து வீட்டு டீச்சர் இருக்காங்க, அந்த அம்மா பாத்துட்டு சொன்னாங்க. அவங்க ஒண்ணும் தப்பா சொல்லல, இருந்தாலும் ஏக்கா அந்த அனந்த எதுக்கு வந்தேன்னு அந்த டீச்சருக்கு தெரியாது. உனக்குமா தெரியாது? அவ 2 நாள்ல வேலை முடிச்சு போறான். நீ சொல்றதெல்லாம் கரெக்ட் தான்டா. ஆனா காயத்ரியும் சாவித்திரியும் கல்யாண வயசு வந்த பொம்பளை பசங்க. நாளைக்கு யாராவது ஏதாவது சொன்னா கெட்ட பேர் நமக்கு தானேடா. நம்ம குழந்தைகளை பத்தி நமக்கு தெரியாதாக்கா? அனந்த அந்த மாதிரி ஆள் அல்ல, ரொம்ப தங்கமான மனுஷன். நீ ஒண்ணும் கவலைப்படாத. ஆமா, தங்கமான மனுஷன். எல்லாம் போக போக தெரியும். அக்கா, நாளைக்கு நம்ம 2 பேரும் பார்க்குக்கு வரணும்னு அனந்து சொல்லியாச்சு. முரளி எங்க வருமா? டெஃபினட்டா வரும். அவங்க 2 பேரும் இப்போ ஃப்ரெண்ட்ஸ் தானே. அவங்க ஃப்ரெண்ட்ஸ் ஆனது எவ்வளவு நல்லா போச்சு. கடவுளே, உன்னை கையெடுத்து கும்பிடுறேப்பா. எனக்கு பயமா இருக்கு அக்கா. அப்பாவுக்கு தெரிஞ்சா என்ன நடக்க போகுதுன்னு எனக்கே தெரியல. அந்த டைம் சொல்லியாச்சா? சொல்லியாச்சு. 3:30 தானே காலேஜ் முடியற டைம். ஆமா, அப்படின்னா கரெக்டா 4:30. அக்கா, தூங்கியாச்சா? எனக்கு தூக்கமே வரல. ராஜ்ரி, இன்னுமா தூங்கல? என்னடி 2 பேருக்கு பேச்சு வேண்டி கிடக்கு? நேரம் ஆறுது இல்லையா? എന്തിനാണ് ഇത്ര അത്യാവശ്യമായിട്ട് അവരെ കാണണമെന്ന് പറഞ്ഞത്? അല്ല, എനിക്ക് ഈ കാസറ്റ് പരിപാടി വലിയ വശമില്ലാത്തതുകൊണ്ട് നേരിട്ട് ഒന്ന് കളരിപ്പയറ്റ് കാണിച്ചു കൊടുക്കാൻ. ഇതേ കളിയാക്കല്ലേ. ഞാൻ കളരി പഠിക്കാത്തത് കഴിവില്ലാഞ്ഞതുകൊണ്ടൊന്നുമല്ല, ബുദ്ധിയില്ലാത്തോണ്ടാ? അതൊരു കാരണം. പക്ഷെ മെയിൻ ആയിട്ട് ഞാൻ അഹിംസയിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. എനിക്ക് ഭയമാ ഇരിക്കക്കാ. யாராவது பார்த்தா? എന്താ ഇത്ര ലേറ്റ് ആയത്? ആരെങ്കിലും കാണുമോന്ന് ഇവൾക്ക് ഭയങ്കര പേടി. എന്തിനാ പേടിക്കുന്നത്? കളരി ഗുരുക്കളല്ലേ കൂടെ ഉള്ളത്. തച്ചോളി മരുമകൻ ചന്തു. മുരളി,
എന്താണ് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ കൂടെ ഉള്ളതുകൊണ്ടാണോ? ഞങ്ങൾ അങ്ങോട്ട് മാറാം. വാ. അത് വേണ്ട, സംഘടിതമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാം പിന്നീട് ഒരു ദിവസം സംസാരിക്കാം. എനിക്ക് പേടിയാവുന്നു. വല്ലവരും കാണുമെന്നുള്ള പേടിയാണെങ്കിൽ മനുഷ്യവാസം ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോവാ. ഒന്ന് വണ്ടി നിർത്തണം, ഒരാളിറങ്ങുന്നുണ്ട്. ഡ്രൈവർ, മനുഷ്യ, ഒന്ന് വണ്ടി നിർത്തണം, ഒരാളിറങ്ങണം. ഹലോ, പറഞ്ഞ വണ്ടി നിർത്തരില്ലേ? പറഞ്ഞാൽ നിർത്താത്തതുകൊണ്ടാണല്ലോ അടിച്ചു നിർത്തിയത്. എവിടുന്ന് വരണ കുറ്റി മറിച്ച് ഊളം പറഞ്ഞു പോടോ. அடிப்பாவிங்க எல்லாத்தையும் கொண்டுட்டு நான் ஜெயிலுக்கு போறேன்டி, கொண்டு வேண்டி படிக்க போறேன்னு சொல்லிட்டு அந்த அயோக்கிய ராஸ்கலமா ஊரு சுத்துறியாடி. ஏண்டி அவனை பத்தி நீ எங்கிட்ட என்னெல்லாம் சொல்லியிருக்க ஏண்டி? அவனுக்கு உனக்கு என்னடி சம்பந்தம்? எல்லாம் என் தப்பு தாண்டி, என் தப்புதா. அக்கம் பக்கங்களுக்கு பார்த்தா நமக்கு அவமானம். என்னக்கா நான் இல்ல குழந்தைங்களாச்சு இவ்வளவு செல்லம் கொடுத்து வளர்த்த இவனுக்கு நம்ம ஜாதி இருந்தாலும் பரவாயில்ல, இது யாரோ ஒரு பேசாம பாரு. இனிமே காலேஜ் வில்லேஜ் ரெண்டு எங்கேயா வெளில போனீங்க கைய கால வெட்டி முடிச்சு போடுவேன். போய் நீ படிச்சது பெரிய காலேஜ் பாரு. பாரு அந்த தடியனுங்க அங்க இருந்து போலனாலும் பரவாயில்ல, முதல்ல அந்த அனந்தன் அங்க இருந்து அனுப்பு. அவனுக்கு தயிர் பால் நெய் அவன் தலையில கொட்ட കട്ടയില പറയാൻ ശനിയം പിടിച്ചവൻ. അതിനിപ്പോ എന്തുണ്ടായെന്നാ സ്വാമി പറയണേ? ആദ്യം എന്റെ ലോഡ്ജ് മാത്രമേ പോകുമായിരുന്നുള്ളൂ. ഇപ്പോ എന്റെ 2 പെൺകുട്ടികളും അവന്മാരുടെ കൂടെ പോകുന്നതായി. ഓഹോ, അങ്ങനെ ഒരു സംഭവം. അവന്റെ കളരിയും ഒടുക്കത്തെ ഒരു തീറ്റയും നെയ്യും പരിപ്പും കൂട്ടി 2 നേരം ശാപ്പാട്. അക്ക അറിയാതെ ഇറച്ചിയും കുട്ടയും തീരും എന്തിന് കള്ളു വരെ ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ലേ. അവന്റെ ദേഹത്ത് പുരട്ടാൻ എണ്ണയ്ക്ക് മാത്രം എത്ര രൂപ ചെലവായെന്ന് അറിയാമോ? എല്ലാം സഹിക്കാം. എന്റെ ഗായത്രി കുട്ടിയും സാവിത്രി അത് മാത്രം ഞാൻ സഹിക്കില്ല. ഉള്ളുകളയും ഞാൻ ഉള്ളുകളയും. സ്വാമി അവന്റെ അടുത്ത് നിന്ന് അവിവേകമൊന്നും കാണിക്കരുത്. വല്ലതും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ചൂണ്ടുപറമ്പ് അറിയാവുന്നവനാ. എന്റെ മക്കളെ കൊന്നു കുഴിച്ചു മൂടിയാലും ശരി, അന്യജാതിക്കാരന് ഞാൻ കൊടുക്കൂല. അവരെന്നെ കൊന്നോട്ടെ. 2 വർത്തമാനം പറഞ്ഞിട്ട് അന്തസ്സായിട്ട് ചാകാവല്ലോ. സ്വാമി 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 അവിടെ നിന്നേ. സ്വാമി ഇങ്ങനെ നിയന്ത്രണം വിടരുത്. ഞാൻ കൂടി വരാം. നമുക്ക് ഒരുമിച്ച് സംസാരിക്കാവുന്നത്. ഇനി സംസാരിച്ചിട്ട് എന്താ പ്രയോജനവും കിടയാണ്. സ്വാമിയുടെ വിഷമം എനിക്കറിയാം. എടുത്തിയാടി എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ ദുഃഖിക്കേണ്ടി വരും. ഇതിനേക്കാൾ എന്താണ് വലിയ ദുഃഖം? സ്വാമി ഞാൻ പറയുന്നത് കേക്ക്. സ്വാമി കടയിൽ പോയി. ഞാൻ വരാമെന്ന് പറഞ്ഞാൽ വരും. വേദന. ആമാ അതുണ്ടോ വാസുവേ? ഇവിടെ തലവലാദികളിൽ നിന്ന് സ്വാമിയുടെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ താൻ എന്നോട് ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ എന്ത് ചതി ചെയ്തെന്നാ മാഷി പറയുന്നത്? ആരുടെയും മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട്. പ്രേമന്റെ ശല്യത്തിൽ നിന്നും സാവിത്രിക്കുട്ടിയെ രക്ഷിച്ചതിന്റെ നന്ദി സൂചകമായി ആ കുട്ടി എന്നെ സ്നേഹിച്ചു. അങ്ങനെ ഞാനും ആ കുട്ടിയെ സ്നേഹിക്കാൻ നിർബന്ധിതനായി തീർന്നു. അത്രേ ഉള്ളൂ. എടോ, കളരി അഭ്യാസം അറിയാമെന്ന് വെച്ച് എന്ത് തോന്നിവാസം കാണിച്ചാൽ ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ലെന്നാണ് തന്റെ വിചാരം? സ്വാമി എന്നെ തല്ലില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ഉത്തരവാദിത്തത്തിലാ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എനിക്കൊരു പ്രശ്നം വരുമ്പോ അപ്പുണ്ണി മാഷെങ്കിലും എന്നോടൊപ്പം ഉണ്ടാവുമെന്നാ ഞാൻ വിചാരിച്ചത്. ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാമെന്ന് അപ്പുണ്ണി മാഷ് വിചാരിക്കണ്ട. പയ്യോളിയിൽ കളരിയും അഭ്യാസവുമായി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന എന്നെ ഇവിടെ കൊണ്ടുവന്ന് സാവിത്രിക്കുട്ടിയുമായി അടുക്കാനുള്ള സാഹചര്യം എനിക്കുണ്ടാക്കി തന്നത് മാഷാണ്. ആരെ? ഞാനോ? അതെ. ഇനി ഞങ്ങളെ ഒന്നിപ്പിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വവും മാഷിന്റേതാണ്. അതെ മാഷ്.
സാവിത്രിക്കുട്ടി ഇല്ലാതെ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഒന്ന് കഴിഞ്ഞു. ഇനി ഒരു നിമിഷം നിന്ന് ഇവിടെ കണ്ടുപോകുന്നത് എന്റെ മകളെ നിനക്ക് വിവാഹം കഴിക്കണമല്ലേ? അതിന് ഈ സ്വാമി രണ്ടാമതൊരു ജന്മം ജനിക്കണമല്ല. രണ്ടാമതൊരു ജന്മം എടാ നിന്നോട് എന്നോട് ചോദിക്കേണ്ട ഒരു കാര്യം എന്താ ഇത്? എന്താ ഈ സ്വാമിക്ക് എല്ലാവരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. ദ്രോഹി എന്റെ പെൺകുട്ടികളെ മയക്കി എടുക്കാൻ നിങ്ങൾ എല്ലാം ഒന്നായി അല്ലേ? പ്രശ്നം ഉണ്ടാക്കരുത്. നിയമപരമായി നോക്കിയാൽ പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീക്കും ഇന്ത്യയിൽ ഒന്നും പറയണ്ട. വിടാനാ പറഞ്ഞത്. അവന്മാരെന്നെ കൊല്ലട്ടെ. സ്വാമി ഇതേ ഉണ്ടാതിരി അയൽവക്കാരുടെ സ്വാമിയുടെ മക്കൾക്കല്ലേ പേരുദോഷം. ഇങ്ങോട്ട് വരാൻ പറയും. എല്ലാവരും ചേർന്ന് എന്നെ കുടുംബം സ്വാമി ഇവിടെ കിടന്ന് ഈ പുകിലൊക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് വീട്ടിൽ എന്തായിരിക്കും? ആ പെമ്പിള്ളേരെ വല്ലത് ഉപദ്രവിച്ച് കാണുമോ? അവരെ വീട്ടിൽ നിന്ന് മാറ്റി കാണുമോന്ന എന്റെ പേടി. അങ്ങനെ മാറ്റിയാ ഞാൻ അപ്പൊ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യും. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഒരു മണ്ടനെ കയ്യിലെടുത്താലേ കാര്യങ്ങൾ നടക്കും. അയ്യോ ഞാൻ തന്നെയല്ല അപ്പുണ്ണി മാഷിനെ. മാഷേ മാഷേ ആരാ? എന്താ ഈ അസമയത്ത്? മാഷിനൊന്ന് കാണാൻ വന്നതാ. ശരി ശരി വാ. ഇരിക്ക. എനിക്ക് ഈ നാട്ടിൽ മാഷിനെ അല്ലാതെ വേറെ ആരെയും പരിചയമില്ല. തുറന്നു പറയാമല്ലോ മാഷേ, സ്വാമിയല്ല ഈ ലോകം മുഴുവൻ എതിർത്താലും ശരി സാവിത്രിക്കുട്ടിയെ ഞാൻ സ്വന്തമാക്കും. അതുപോലെ തന്നെയാ എന്റെയും ഗായത്രിയുടെയും കാര്യവും. അല്ല നിങ്ങൾക്ക് പ്രേമിക്കണമെങ്കിൽ സ്വന്തം ജാതിയിൽപ്പെട്ട ആരെങ്കിലും ആകാമായിരുന്നില്ലേ? ഈ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട കുട്ടികളെ തന്നെ വേണമെന്നെന്താ അത്ര നിർബന്ധം? അല്ല അതിപ്പോ കുലവും ജാതിയൊക്കെ നോക്കിയിട്ട് പ്രേമിക്കാൻ പറ്റുമോ മാഷേ? നമ്മുടെ പരാശര മുനി തന്നെ ഒരു മുക്കോ സ്ത്രീയല്ലേ വിവാഹം കഴിച്ചത്. അതെന്നാ? അത് പുരാണമല്ലേ, അതിന് പ്രത്യേകിച്ച് ഡേറ്റ് ഒന്നുമില്ല. ഇതെന്താ? ഗൾഫിൽ നിന്ന് എന്റെ ഒരു സുഹൃത്ത് വന്നപ്പോ കൊണ്ടുവന്നതാ. ബൊക്കാർഡി ഗോൾഡ് റിസർവ് റം. ഇതിനകത്ത് അല്പം സ്വർണം കൂടി ഉരുക്കി ഒഴിച്ചു. സ്വർണ്ണോ? അപ്പൊ ദേഹകാന്തി വർദ്ധിപ്പിക്കുന്ന ഇനവാ അല്ലേ? അതുകൊണ്ടല്ലേ മാഷിനെ തന്നെ തരാമെന്ന് വെച്ചത്. വാസു 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 കുറച്ച് വെള്ളവും ഒരു 3 ഗ്ലാസ് കൊണ്ടുവാ. അപ്പൊ തുടങ്ങാല്ലേ? അടിക്കണമെങ്കിൽ ഫോറിനടിക്കണം എന്ന് പറയുന്നത് ഇതാ. ഒരിക്കലും ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ട? സ്വാമി ആളൊരു കള്ളനാ. നിങ്ങൾക്കറിയാവോ, പണ്ട് പൂജപ്പുര ആര്യഭവൻ ഹോട്ടലിൽ പണ്ടാരിയായിരുന്നു ഈ ശവം. അവിടുത്തെ ഹരിഹരയ്യരുടെ മകൾ ശാരദാമ്പാളിനെ പ്രേമിച്ച് കട്ടോണ്ട് പോകുന്നതാ. നേരെ ചുവ കൊണ്ടുവന്നതല്ല. ആ പാരമ്പര്യം ഈ മക്കള് കാണിച്ചാൽ എന്താണോ തെറ്റ്? ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത് മാഷേ? കട്ടോണ്ട് പോട്ടെ? അതൊന്നും വേണ്ട മക്കള്, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. നിങ്ങൾ ലോഡ്ജിൽ നിറങ്ങേണ്ട ഒരു കാര്യമില്ല. ലോഡ്ജും കടയും പെൺപിള്ളേരുടെ പേരില്ല. കല്യാണം കഴിഞ്ഞാൽ ഈ ലോഡ്ജ് നടത്തിക്കും. നിങ്ങൾക്ക് പണിയൊന്നുമില്ലല്ലോ, ഈ ഹോട്ടലും നടത്തുക. സ്വാമിയെ നമുക്ക് അവിടുന്ന് പൂജിക്കാം. நீ போய் போலீஸ்ல ஒண்ணும் கம்ப்ளைண்ட் பண்ண வேண்டாம். ஏற்கனவே கம்ப்ளைண்ட் பண்ணி பட்டப்பாடு போறாதா? இனிமே போய் கம்ப்ளைண்ட் பண்ண வீட்டுல இருக்கிற பொம்பளை பசங்க தான் போய் போலீஸ் ஸ்டேஷன் நிக்கும். சொல்லிட்டேன். நீ என்ன பண்ண சொல்றேன்? டேய் சுப்புடு, இந்த ஒத்த பாலத்துல இருக்கானே அத்தை புள்ள வெங்கடி, அவனுக்கு ஒரு தந்திய குடுறா. ஐயோ, அவன் திருட்டு பயனாச்சு. போன வாட்டி வந்த போதே சீக்கோ வாட்சி பேன கல்லாப்பட்டி இருந்த காசு எல்லாத்தையும் திருடிட்டு போயிட்டான். நம்ம இப்ப இருக்கிற நிலைமையில அவனுக்கு சாப்பாடு போடவே முடியாதுக்க. ஏண்டா அத பார்த்தா முடியுமாடா? அந்த கடி பசங்களை வெளியில அனுப்புறது யாரு? உன்னால என்னால முடியுமா? அந்த வெங்கடி இடுப்புல இருக்கிற கத்திய பார்த்தா அந்த பசங்க வெட 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 நடுங்க மாட்டானுங்க. அது வேணுமாக்க? வேணும்டா, நான் சொல்றத நீ கேளு. முதல்ல அவனுக்கு தந்திய கொடு. பொம்பளை பசங்களை கலாட்டா பண்றாங்க, கலாட்டா. கொடுத்து தொலைக்கிறேன். சாமி 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 என்னடா சாமி, வீட்டுல வெங்கடி வந்த சாமியோட படிச்சு எல்லாம் പറഞ്ഞു. ஐயோ வந்துட்டான்.
ആ ചൂരി അവിടെ വെച്ചിട്ടാണ് വന്നത്. അവന്റെ കണ്ണിൽ കണ്ടാൽ അത്ര തന്നെ ഗോവിന്ദ. അയ്യോ ഗോവിന്ദനല്ല സ്വാമി, വെങ്കിടി. അത് വേണ്ട. லவ் பண்றியா? உனக்கு அவ்வளவு திமிரா? அந்த அயோக்கிய ராஸ்கல் சொல்லு, அவனை நான் கொன்னிடுவேன், கிழிச்சிடுவேன். அங்க போ அனந்து, களரி எல்லாம் படிச்சுவேன். இப்படி விரலை காமிச்சா இந்த நுனியிலே ஆள நிறுத்திடுவேன். இந்த கத்தியால அந்த விரலை வெட்டிடுவேன். களரியானாலும் சரி, பெரிய கொம்பனானாலும் சரி, இந்த வெங்கடி கிட்ட ஒண்ணுமே நடக்காது. அண்ணா எங்கிட்ட ஒரு வார்த்தை சொல்லக்கூடாதா? அண்ணா கவலைப்பட வேண்டாம், இன்னைக்கு நைட்டு 12 மணிக்குள்ள அவங்களை க்ளோஸ் பண்ணிடுவேன். இப்ப டைம் என்னாச்சு? எம் வாட்சே இத உங்கைக்கு வந்தது. வெங்கடி, இதுக்கு முன்னால திருடிட்டு போன சீக்கோ வாட்ச் என்னாச்சு? இது தண்ணி சாப்பிட்டாச்சா? அது ஒண்ணும் எனக்கு தேவையில்லை, எனக்கு டைம் தான் முக்கியம். ஆமா, நான் டைம் பார்த்து எல்லாமே பண்ணிடுவேன். எங்க அந்த ராஸ்கல் இறங்கி வாழ, தைரியம் இருந்து இறங்கி வாழ. ஒரு கிளாஸ் பால். தைரியம் இருந்து இறங்கி வாடா. என் அண்ணா குழந்தைகளை காதலிக்க உனக்கு என்ன யோகியம் இருக்கிறோம்? வாடா. ஏண்டா இங்க குடிக்கிறதும் போடுறேன், அவங்க எல்லாம் மேலே இருக்கு, அங்க போ. எங்க போய் கத்தியால எல்லாம் குத்தாதடா. നല്ലൊരു കാര്യത്തിന് പോകുമ്പോ പുറകെന്ന് വിളിക്കാതെ. കത്തി ഇല്ലാமல் വെങ്കിടി ഇല്ലേ, വെങ്കിടി ഇല്ലാமல் കത്തി ഇല്ലേ. വാതിൽ തുറക്ക. വെങ്കിടിയാ പറയുന്നത്, തുറക്കാൻ. തുറക്കണ, മര്യാദക്ക് തുറക്കാനാണ് പറഞ്ഞത്. ചവിട്ടി പൊളിക്ക. എന്നെ കൊണ്ട് തുറപ്പിക്കാവോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ അമ്മ, ഇതിന്റെ കത്തി എവിടെ പോയി? എവിടെ കത്തി? അയ്യോ അതെ, മൂക്കിന് ചോര. അവനെ വെറുതെ വിട്ടോ. ഒരു പ്രശ്നമില്ല. പിടിച്ചോ, ആട്ടിൻകുട്ടിയോട് ഏറ്റുമുട്ടാൻ ആനയല്ല, ആനയോട് ഏറ്റുമുട്ടാൻ ആട്ടിൻകുട്ടിയല്ല കൊണ്ടുവരേണ്ടത്. കൊഞ്ചം തണ്ണി കുടിക്ക. തണ്ണി വേണം. ഞാൻ കൊഞ്ചം തണ്ണി സാപ്പിട്ടെ, അതിനാലാ താൻ ഞാൻ വീണ്ടും വരുവേ. വെങ്കടി പോയിടേ. അവന് വല്ല അരിഷ്ടം വാങ്ങിച്ചോട്. எப்படி வீங்கி இருக்கு? சும்மா சொல்லக்கூடாது, நல்லாவே உதைச்சிருக்கானுங்க. டேய் வெங்கிட்டே, அந்த தடி பசங்க கிட்ட இப்படி உத வாங்கிட்டு வந்து நிக்கிறியேடா. உன் கையில கத்தி இருந்துட்டும் பாத்துட்டு சும்மாவா இருந்தே? அக்கா, என் கத்தி கையில இருந்து தழுவி தாழ விழுந்துட்டு இல்லன்னா அந்த அயோக்கிய பசங்களை பீஸ் பீஸா கட் பண்ணி டிவிஎஸ் பார்சல்ல புக் பண்ணி அனுப்பியிருப்பேன். உன்னுடைய விரட்டெல்லாம் இங்க நடக்காது, அதெல்லாம் அங்க ஒத்த பாலத்துல. இதோ பாருண்ணா, எனக்கு உயிர் இருந்த அந்த பசங்களை நான் சும்மா விட மாட்டேன். அவனை அடிக்கிறதுக்கு என்கிட்ட சரியான ஒரு ஆள் இருக்கு. யாரா அவன்? கராட்டே, ஜூடோ, கும்பு, குஸ்தி, களரி எல்லாமே தெரிஞ்சவன், சீங்கண்ணி ராமு. ആകെ കുഴപ്പമാ. എന്താ? അപ്പാവും മാമനും കൂടി അനന്തുവിനെ തല്ലിക്കാൻ ഒരു വലിയ റൗഡിയെ കൊണ്ടുവരാൻ പോവുകയാണ്. 3-4 പേരെ കൊന്നിട്ടുള്ള ആളാണത്രേ. അനന്തു ഇന്ന് തന്നെ ഇവിടുന്ന് പൊയ്ക്കോളൂ, കുറച്ചു ദിവസം കഴിഞ്ഞു വന്നാ മതി. സാവിത്രിയോട് ഇതാരാ പറഞ്ഞത്?
അപ്പാവും മാമനും കൂടി പറയുന്നത് ഞാൻ കേട്ടതാ. അനന്തു കുളിക്കാനൊന്നും നിൽക്കണ്ട, ഇപ്പൊ തന്നെ പൊയ്ക്കോളൂ. എണ്ണ തെറ്റ് തുടങ്ങിയതല്ലേ ഉള്ളൂ, അത് തുടച്ചു കളഞ്ഞ. തച്ചോളി ഉദയനന്റെ തറവാട്ടിൽ പിറന്ന അനന്തൻ ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. വേണ്ട, അനന്തു ഒന്നിനും നിൽക്കണ്ട. എങ്കിൽ സാവിത്രിക്കുട്ടി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അനുസരിക്കാം. വീരചരമമടഞ്ഞ തച്ചോളി തറവാട്ടിലെ പിതാമഹന്മാർ മുകളിൽ ഇരുന്നെന്നെ പരിഹസിക്കുമായിരിക്കും. എനിക്കതൊരു പ്രശ്നമല്ല. ഉമ്മിണിത്തങ്കയെയും ഉണ്ണിയാർച്ചയെയും സാവിത്രിക്കുട്ടിയെയും പോലുള്ള വീരാംഗനകളുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഈ അനന്തന് കഴിയില്ല. അടുത്ത ബസ്സിന് തന്നെ ഞാൻ പുറപ്പെടുകയായി. ചീങ്കണ്ണി രാമു? അതെ, 2-3 പേരെ കൊന്നിട്ടുള്ള വലിയ റൗഡിയാണ്. സ്വാമിയും വെങ്കിടിയും കൂടി അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുക. നീ ഒന്ന് ചുമ്മാ ഇരിക്കുക. ചീങ്കണ്ണി മുതലേ അതൊക്കെ നമ്മളെ വരട്ടാൻ വേണ്ടി ഇറക്കുന്ന ഓരോ നമ്പരാ. ഏയ്, ഇതങ്ങനെയല്ല. അപ്പുണ്ണി മാഷ് ഇപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പമില്ല, ആ കളരിക്കാരനെ മാത്രം തട്ടിയാ മതി എന്നാ പറഞ്ഞിരിക്കണേ. കൊണ്ടുവരട്ടെ. ചീങ്കണ്ണി വരുമ്പോ അനന്തനോട് ഇല്ലായിരുന്ന പോരെ? അനന്തൻ നാട്ടിലേക്ക് പോയിക്കോ. അങ്ങനെ ഞാനൊരു ഒളിച്ചോട്ടം നടത്തിയാൽ സാവിത്രിക്കുട്ടി എനിക്ക് നഷ്ടപ്പെടും. തന്നെയുമല്ല, ഒരു റൗഡിയെ പേടിച്ച് നമ്മൾ ഇവിടെ ഒളിച്ചോടി പോകാനാണെങ്കിൽ പിന്നെ ആണുങ്ങളാണെന്ന് പറഞ്ഞ് മീശം വെച്ച് നടന്നിട്ട് എന്താ കാര്യം? ഞങ്ങളെ വിശ്വസിച്ചിറങ്ങിയ പെൺകുട്ടികളുടെ ഗതി എന്താവും? ഏതായാലും ഞാൻ വീട്ടിൽ പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാം. അതെന്തിനാ? രണ്ടും കൽപ്പിച്ച് ഞാൻ ചീങ്കണ്ണിയോട് ഏറ്റുമുട്ടാൻ പോവുക. ഒന്നുകിൽ ഞാൻ വിജയിയാകും, അല്ലെങ്കിൽ രക്തസാക്ഷി. അമ്മേ, ഏട്ടൻ വന്നു. എന്താ ഏട്ടാ വൈകിയത്? ഏട്ടനെ കാണാഞ്ഞ് അമ്മ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു കത്തെങ്കിലും അയക്കാൻ എന്താ? ഒട്ടും റെസ്റ്റ് ഇല്ലായിരുന്നു, ഡേ നൈറ്റ് വർക്കാ. അതെന്ത് ചൊല്ലി ഒരു കത്തെഴുതാൻ പോലും നേരം കിട്ടാത്ത? അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അല്പം കുറവുണ്ട്. അനന്തേട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്. ഇന്നലെ പോയതാ, ഇതുവരെ വന്നില്ല. അമ്മേ, അമ്മേ, അമ്മയുടെ കരച്ചിൽ കാണാനാണോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്? വീട് വിട്ടാ നീ ഞങ്ങളെല്ലാവരെയും മറക്കുമല്ലേ കൂട്ടാ? മറന്നിട്ടൊന്നുമല്ല അമ്മേ, കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നു. എന്താ നിന്റെ ജോലി? ഒരു സ്വാമിയുടെ കടയിൽ കണക്കെഴുത്താ. ആ സ്വാമിയുടെ കഷ്ടകാലം. അതെന്താ? കണക്കിന് 0 മാർക്ക് വാങ്ങിച്ച ആളാ. സ്വാമിയുടെ കണക്കും അത്രേ കാണൂ. മതി മതി, നിർത്ത. അനന്തേട്ടൻ വന്നപ്പോ രൂപ വല്ലതും കൊണ്ടുവന്നു അമ്മേ? പിന്നെ ആ രൂപ കൊണ്ട് 1 കിലോ സ്വർണം വാങ്ങി വെച്ചിട്ടുണ്ട്, പെൺപിള്ളേരുടെ കല്യാണം നടത്താൻ. ഡോക്ടർ ഒരു ടോണിക്കിന് എഴുതി തന്നിട്ട് ഇതുവരെ വാങ്ങിയില്ല. ചേട്ടന്റെ കയ്യിൽ രൂപ വല്ലതും ഉണ്ടോ? പെട്ടെന്ന് പോകുന്നതുകൊണ്ട് സ്വാമിയുടെ കയ്യിൽ നിന്ന് കാശൊന്നും വാങ്ങാൻ പറ്റില്ല. പിന്നെ എനിക്ക് അനന്തേട്ടനെ കാണേണ്ട അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. നീ എവിടെ പോയാ തപ്പുന്നത്? എനിക്കാണെങ്കിൽ ഉടനെ മടങ്ങിപ്പോവുകയും വേണം. നീ ആ പരമുവിന്റെ കടയിൽ ചെന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും അവൻ എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന്. ചേട്ടന് ഇത് എവിടെയായിരുന്നു? അറിഞ്ഞേ തീരുള്ളൂ നിനക്ക്. ചേട്ടന് ഈ വീടിനോട് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? കളരിയും അഭ്യാസവും ഒക്കെ ആയിട്ട് നാട് ചുറ്റി നടന്നാ മതിയല്ലോ. എന്നെ നീ ഉത്തരവാദിത്വം പഠിപ്പിക്കണ്ട. നിന്നോട് ആര് പറഞ്ഞു എന്റെ പേരും പറഞ്ഞ് കണ്ട നാട്ടുകാരെയൊക്കെ പറ്റിച്ചടക്കാൻ? ഞാൻ ആരെയും പറ്റിച്ചിട്ടൊന്നുമില്ല. നുണ പറയുന്നോടാ പട്ടി. എനിക്ക് കുരുക്കൽ കൊടുത്തയച്ച കത്തും കൊണ്ട് നീ പോയില്ലേ? കളരി എന്താണെന്ന് എനിക്കറിയാമോടാ? എനിക്ക് കളരിയൊന്നും അറിയില്ല, പക്ഷേ ഈ വീട്ടിലെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും അറിയാം. കളരി അഭ്യാസം എന്നൊക്കെ പറഞ്ഞു നടന്നാൽ വയറ് നിറയില്ല ചേട്ടാ. പാചകത്തിന് നീ പണ്ടും മോശമൊന്നുമല്ല. ആൾമാറാട്ടം നടത്തിയിട്ട് നിന്ന് ന്യായം പറയുന്നു. പൊയ്ക്കോണം എന്റെ മുമ്പിൽ നിന്ന്. അത് ചേട്ടനോട് എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനൊരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുക. നീയൊക്കെ പ്രശ്നത്തിൽ കുടുങ്ങാതിരുന്നാലേ അത്ഭുതമുള്ളൂ. അതല്ല ഏട്ടാ, എന്റെ ജീവൻ പോലും അപകടത്തിലാണ്. ചേട്ടന് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. നോക്ക്, നിന്നെ രക്ഷിക്കാനും ഞാനില്ല, ശിക്ഷിക്കാനും ഞാനില്ല.
അനന്തനോ? അനന്തൻ എവിടെയാണ് ചോദിച്ചത്? എനിക്കറിയില്ല. കുറച്ചു മുമ്പ് പുല്ലേപ്പടം വഴി പോകുന്ന കണ്ടു. അതാ പോയിരിക്കുന്നു. എടുത്തോട്ടോ. വേഗം എടുത്തോണ്ടോ. കൊച്ചനെ, നിന്റെ കളരി ഒന്ന് കാണട്ടെ. അത് പിന്നെ എന്തായി? നമ്മുടെ പരിപാടി എല്ലാം പൊളിഞ്ഞാ തോന്നുന്നു. എന്ത് പറ്റി? അല്ല, ചേട്ടൻ വലിയ കളരിയാശാനെന്ന് പറഞ്ഞിട്ട് പോത്തിനെ പോലെ അടി വാങ്ങിക്കുന്നു. അയ്യോ, അല്ല, അപ്പൂട്ടിനെ പോലെ അയാളും പടായാന്നു. അതൊന്നുമല്ല. അനന്തേട്ടൻ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. അയ്യോ, മനസ്സിൽ കണ്ടിട്ട് കാര്യമില്ല. ആദ്യം ശരീരം പടക്കാൻ നോക്കണ്ടേ. അല്ല, വേണം, അങ്ങോട്ട് പോ. അവൻ തത്തു. എന്നാലും വേണ്ടില്ല. ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. നിങ്ങൾ വരുന്നെങ്കിൽ വന്നേക്ക്. ഞാൻ പറയുന്നത് നമ്മൾ ശരിയല്ല. നമുക്ക് വിവരം പോലീസിനെ അറിയിച്ചാലോ? പോലീസ് നമ്മളെ ചോദ്യം ചെയ്താൽ നമ്മളെല്ലാം പ്രതീക്ഷിക്കും.
ഞാൻ അപ്പുക്കുട്ടൻ. എപ്പോഴും ഒറ്റപ്പാടെത്തി വലിയ നടപ്പുത്തി. വാടാ. ഇനി കണ്ടാലും സാരമില്ല. അനന്തു, ആരാ ഇത്? അനന്തു. അതെ, ഞാൻ തന്നെ. മനസ്സിലായില്ല? എന്റെ കളരി കണ്ടിട്ടുള്ള ആരാധികയാണോ? ചേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ സാവിത്രിക്കുട്ടി. ഇയാളാണല്ലേ ഈ കഥയിലെ നായിക? അതെ. അതാരാ? ഗായത്രി, സാവിത്രിക്കുട്ടിയുടെ ചേച്ചി. ഓ, അയ്യോ എന്റെ പൊന്നേട്ടാ, അപ്പുക്കുട്ടനെ പോലെ 1.5 മാസം മുമ്പ് തുടങ്ങിയ നല്ലത്. 1.5 വർഷമായി. ഓ, സാവിത്രിക്കുട്ടി, ഇവൻ എന്റെ അനിയനാ അപ്പുക്കുട്ടൻ. ഞങ്ങൾ ഇരട്ടകളാ. ആദ്യം എന്നെ പ്രസവിച്ചത് കൊണ്ടാ ഞാൻ ചേട്ടനായി പോയത്. കളരി അറിയില്ലെങ്കിലും പ്രേമിക്കാനൊക്കെ ഇവൻ മിടുക്കനാ. സാവിത്രിക്കുട്ടി, എന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നല്ലേ? എന്റെ മനസ്സിൽ തച്ചോളി തറവാട്ടിലെ അവസാനത്തെ കണ്ണി, കളരി ആശാൻ, ചൂണ്ടുമർമ്മക്കാരൻ, ഞാനിതൊന്നുമല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കളരിയും അഭ്യാസവും എന്നൊക്കെ കേട്ടപ്പോ വടക്കമ്പാട്ടിലെ ഒരു വീരനായകനായി എന്നെ കണ്ടു. നിർത്തണം നിന്റെ വാചകം. മനസ്സിലായി സാവിത്രിക്കുട്ടി, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട മനസ്സിന്റെ പരിഭവം അല്ലേ? ജീവിക്കാൻ അവന് കളരിമുറകൾ വേണമെന്നൊന്നുമില്ല, നാക്ക് മാത്രം മതി. ഈ വാചകടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് റെസ്റ്റ് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇവന് സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല. ഇനി ഒന്നും നോക്കാനില്ല. സ്വാമി ആൾക്കാരെ കൊണ്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ അപ്പണ്യ മാഷം കൊണ്ട് നേരെ അങ്ങോട്ട് പോയാൽ മതി.
നാരദനെ ഒരു പാരയായിട്ടാണല്ലോ എല്ലാവരും കാണുന്നത്. പക്ഷെ നാരദന്റെ ലക്ഷ്യം നന്മ മാത്രമാണെന്ന് അധികം ആർക്കും അറിഞ്ഞുകൂടാ. അല്ല അനന്ത? അല്ല അല്ല അനന്ത? ചായ തരാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? കൊണ്ടുവരുന്നു.